പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പുണ്യ തിരുനാമം നല്ല വേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ ദൈവത്തിൻ്റെ ദാസന്മാർ, ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ അനുഗ്രഹ കുഞ്ഞുങ്ങൾ, വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തിൻ്റെ വിവിധ പട്ടണങ്ങളിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും ഒരു ദിനം കൂടി ലോകൈക രക്ഷകനും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പാരനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. ഒരു പകലിൽ കൂടി തിരുവഴുത്തം യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ സർവകൃപാലുവായ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ അനുഗ്രഹ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ, ധാരാളമായി സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടനുബന്ധിച്ച് മശിഹായുടെ മടങ്ങി വരവും ലോകാന്ത്യ സംഭവങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി യേശു എപ്പോൾ വരും, എടുക്കപ്പെടുന്ന മണവാട്ടിയുടെ യോഗ്യത, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നാം ദൈവവചനം പ്രതിപാദിക്കുന്നത്. എല്ലാ മക്കളും പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. വളരെ കലുഷിതമായ ഒരു ലോകത്തിലേക്ക് ലോകം കടന്നുകൊണ്ടിരിക്കുന്നു. തിരുവെഴുത്തിൻ്റെ പ്രാധാന്യം പലരും വിശ്വസിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് രാഷ്ട്രങ്ങളിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലുമൊക്കെയും ബൈബിളിന് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല. വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. മുമ്പേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തി വെളിപ്പെടുകയും ചെയ്യും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതുപോലെ ഈ കോവിഡിൻ്റെ പാൻഡമിക് സിറ്റുവേഷൻ നടക്കുമ്പോൾ വ്യക്തമായി രേഖപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ വിശ്വസ്തയോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ചില ദിനങ്ങൾ ഒരുക്കി കൊടുത്തതാ കോവിഡിൻ്റെ പ്രത്യേകത. ദൈവവചനം കേൾക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തിയായി വചനം മനസ്സിലാക്കുവാനും. മുൻ പ്രഭാഷണങ്ങൾ സൂചിപ്പിച്ചതുപോലെ BC 100-നും AD 1500-നും ഇടയ്ക്ക് 1600 വർഷക്കാലം ഭക്തനായ 40-ൽ പരം എഴുത്തുകാരാൽ എഴുതിയപ്പെട്ട വിശുദ്ധ തിരുവചനം, സ്വർഗത്തിലെന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം, തേനിനേക്കാളും തേൻകട്ടയേക്കാളും ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും അസ്ഥികളെയും മാംസത്തെയും ഏതിനെയും പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് വിലയേറിയത്. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, ബൈബിളിനെ പറ്റി പറയുമ്പോൾ സനാതനമായ ദൈവിക മൂല്യങ്ങൾ സൃഷ്ടാവായ ദൈവത്തിലേക്ക് തൻ്റെ മക്കളെ അടുപ്പിക്കുവാൻ സർവശക്തനായ തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയക്കുകയും തിരുവായി മൊഴിഞ്ഞ സുവിശേഷങ്ങളിൽ കൂടി നിത്യരക്ഷയെ പ്രസിദ്ധമാക്കുവാനും അനന്തനിത്യതയിൽ വിശുദ്ധന്മാരോടൊത്ത് വസിപ്പാൻ മഹിമാസന്നായ കർത്താവ് ഒരുക്കുന്ന ദിവസത്തിൽ തൻ്റെ മക്കൾ ചേർക്കപ്പെടുവാനും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിൻ്റെ സൂക്തങ്ങൾ. ഒരിക്കലൊരു അമേരിക്കക്കാരൻ ആഫ്രിക്കയിലെ വനാന്തരത്തിൽ താനിങ്ങനെ പോകുമ്പോൾ, ഒരു എണ്ണ കമ്പനിയെ ബന്ധപ്പെട്ട് പോകുമ്പോൾ, ഒരു കറുത്ത വർഗ്ഗക്കാരൻ ഒരു ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുക. ഇംഗ്ലീഷുകാരൻ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഇംഗ്ലീഷുകാരൻ ചോദിച്ചൊരു കാര്യമുണ്ട്: സുഹൃത്തെ, നീ ഇപ്പോഴും ഈ ബൈബിള് എന്തിനാ വായിക്കുന്നത്? പ്രയോജനമില്ലാത്ത ഗ്രന്ഥം. ആ കറുത്ത വർഗ്ഗക്കാരൻ, ഒരു കാലത്ത് നരഭോജികളായിരുന്ന കറുത്ത വർഗ്ഗക്കാരൻ, ആ ഇംഗ്ലീഷുകാരൻ എഞ്ചിനീയർ നോക്കി പറഞ്ഞു, ഞാനിത് വായിക്കുന്നത് കൊണ്ടാണ് ഇന്ന് താങ്കളോട് സംസാരിക്കുന്നത്. എൻ്റെ പിതാക്കന്മാരുടെ കയ്യിൽ ഈ ബൈബിൾ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മുൻ പിതാക്കന്മാർ പച്ച മനുഷ്യനെ കൊന്നിട്ട് അവൻ്റെ ചങ്കും കരളും എടുത്ത് ഭക്ഷിക്കുന്നതാണ്. പക്ഷേ ഈ ബൈബിൾ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഈ ബൈബിൾ വായിച്ചപ്പോൾ നരഭോജികളായിരുന്ന, മാംസം ഭക്ഷിച്ച് മനുഷ്യനെ കൊന്നു തിന്നുകൊണ്ടിരുന്ന നരഭോജികളായ ഞങ്ങളെ നരസ്നേഹികളാക്കുവാൻ ഈ വചനത്തിന് കഴിഞ്ഞു. മക്കളെ, അങ്ങനെയെങ്കിൽ സ്നേഹത്തെപ്പറ്റിയും സ്നേഹത്തിൻ്റെ അവസ്ഥകളെപ്പറ്റിയും കാൽവറിയിൽ കൂടിയുള്ള രക്ഷയെപ്പറ്റിയും വരുവാനിരിക്കുന്ന നിത്യതയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയും പ്രതിപാദിക്കുന്ന ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗത്തിൽ ആ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ ബൈബിളും സയൻസും എന്നുള്ളതിനെപ്പറ്റി നാം ചിന്തിച്ചു. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ,
ഇന്ന് പകൽ വീണ്ടും നാം വായിക്കുന്നത് വരുവാനുള്ള സംഭവങ്ങളെപ്പറ്റി, എപ്പോൾ യേശു ക്രിസ്തു മടങ്ങി വരും, വരവിൻ്റെ യോഗ്യതകൾ, അവൻ്റെ പ്രത്യക്ഷതയിൽ ആർ നിൽക്കും. ഏകദേശം 10-14 വാക്യങ്ങൾ ദൈവസന്നിധിയിൽ വായിക്കും. ഒരു പഠനമുറയിൽ ഏതെങ്കിലും പഠിതാക്കൾ, ദൈവദാസന്മാർ, പ്രിയപ്പെട്ടവർ, ഇവർക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ അല്പവേഗത കുറച്ച് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം എപ്പോൾ, പ്രത്യക്ഷതയിൽ ആർ നിലനിൽക്കും. ആധാരമായി വീണ്ടും വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടക്കുന്നു. വായിക്കാം മക്കളെ. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവെഴുത്ത്. ഒരിക്കൽ കൂടി വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് ഇനി സംഭവിപ്പാനിരിക്കുന്നത്. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം കൂടി ദൈവസന്നിധിയിൽ അടയ്ക്കാം. മഹത്വവാനായ ദൈവം ദൂതസഞ്ചയവുമായി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ കൂടെയുണ്ട്. ദാനിയേലിനെ തൊടുവാൻ ഒരു കരമുണ്ടായിരുന്നു. അപ്പോസ്തലനായ യോഹന്നാനെ തൊടുവാൻ ഒരു കരമുണ്ടായിരുന്നു. കേബാർ നദീതീരത്തിരുന്ന എസെക്കിയേലിനെ തൊടുവാൻ ഒരു കരമുണ്ടായിരുന്നു. നിന്റെ ഭാരമേറിയ വിഷയത്തിൽ നിനക്ക് വേണ്ടി ചലിപ്പിക്കുവാൻ ആ കരം ഇന്ന് പകലും വെളിപ്പെടട്ടെ. ചതഞ്ഞ ഓടയ്ക്കാത്തവൻ, പുകയുന്ന തിരിയെക്കെടുത്താത്ത കർത്താവ് നിനക്ക് വേണ്ടി വഴിത്താരകൾ ഒരുക്കട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിലടേ. കുഞ്ഞെ, നിന്റെ പ്രശ്നം എത്ര വലുതെങ്കിലും, നിന്റെ ഭാരം എത്ര വലുതെങ്കിലും ഇന്ന് പകൽ നീ ദൈവത്തിൻ്റെ കൈകളിലേക്ക് കൊടുക്കുക. വഴികളും വാതിലുകളും അടയുമ്പോൾ എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞിനെ അനുഗ്രഹിക്കുവാൻ മഹത്വവാനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഒരു പകലിൽ കൂടി ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് വരുന്നു. അവങ്കിലേക്ക് നോക്കിയ മക്കൾ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. പൊന്നു കർത്താവേ, അന്ത്യകാലത്തിൻ്റെ പ്രഭാഷണത്തിൽ അങ്ങയുടെ മേഘപ്രത്യക്ഷത അടുത്തു വരുമ്പോൾ ദൈവമക്കൾ വചനം പഠിക്കുക എന്ന ഒരുക്കത്തോടെ ഈ പകലിലും ഞങ്ങൾ വചനത്തിൻ്റെ മുൻപിലായിരിക്കുന്നു. വചനം അങ്ങയുടേത്, അടിയൻ അങ്ങയുടേത്, കേൾക്കുന്ന മക്കൾ അങ്ങയുടേത്. പൊന്നു കർത്താവേ, ഈ പകലിൽ ഞങ്ങളുടെ മക്കളെ തുടരണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രക്ഷേപണം കടത്തിയിരുന്ന എല്ലാ സ്ഥലങ്ങളിലും ദൈവകരം വെളിപ്പെട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നു. യേശുവിൻ രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ക്ലേശമുണ്ടെങ്കിലും അന്ത്യകാലത്തിൻ്റെ സന്ദേശം പറയുവാൻ എളിയവനെയും ബലപ്പെടുത്തണം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. മഹാദൈവം ഞങ്ങളോട് കരുണ കാണിക്കും. ആദിയുണർന്ന് തിരുസാന്നിധ്യത്തിൽ മറയ്ക്ക്. എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. മഹത്വം അപ്പച്ചന് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവാനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. 2000 കൊല്ലങ്ങൾക്കപ്പുറം പത്മോസിൻ്റെ ഏകാന്തതയിൽ AD 90 കാലഘട്ടത്തിൽ വയോധികനായ യോഹന്നാൻ ഡൊമീഷ്യൻ ചക്രവർത്തിയാൽ നാട് കടത്തപ്പെടുമ്പോൾ, വഴികളും വാതിലുകളും അടയുമ്പോൾ, സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി സ്വർഗീയ കവാടങ്ങൾ തുറക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ടുള്ളവൻ കാലുലയിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാദം 7 നക്ഷത്രമാകുന്ന വലങ്കൈ സഭയെ വലങ്കയിൽ പിടിച്ചു. ആദ്യൻ, അന്ത്യൻ, ആൽഫ, ഒമേഗ. സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. വയോധികനായ യോഹന്നാന്റെ മേൽ ഒരു കരമിറങ്ങി വന്നു. യോഹന്നാനെ, ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. അതാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ, യുഗത്തിൻ്റെ അന്ത്യത്തിൽ സംഭവിക്കുന്നത്. കുഞ്ഞെ, 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ പറ്റിയും 2-3 അധ്യായങ്ങൾ 7 സഭകളെ പറ്റിയും, 4-ാം അധ്യായ സഭ ഇവിടില്ല,
അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാൻ ഉള്ളത് ഞാൻ കാണിച്ച് തരാം. വിശ്വാസത്തോടെ ദൈവവചനത്തിലേക്ക് കടക്കാം. 5-ാം അധ്യായം, പുസ്തകം തുറപ്പാൻ യോഗ്യൻ ആരെ? അങ്ങനെ ഓരോരോ പടികൾ അന്ത്യകാല പ്രഭാഷണത്തിൽ നാം ചിന്തിക്കും. തൊട്ടുവച്ചത് 1-ാം ഘട്ടം, നീ കണ്ടത്. 2-ാം ഘട്ടം, ഇപ്പോൾ ഉള്ളത്. ഭാവിയിൽ എന്ത് സംഭവിക്കാനുള്ളത്? അതിൻ്റെ നിറവിൽ ഇന്നെല്ലാവരും ചോദിക്കുന്നു, യേശു എപ്പോൾ വരും? പ്രാസംഗികർ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏറെ നാളായി പ്രസംഗം കേൾക്കുന്നു, കർത്താവ് എപ്പോൾ വരും? ഉപദേശിമാർ ചോദിക്കുന്നു, എപ്പോൾ വരും? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ചോദിക്കുന്നു, യേശു എപ്പോൾ വരും? പ്രായം ചെന്ന മാതാപിതാക്കൾ വർഷങ്ങളായി ചോദിക്കുന്നു, യേശു എപ്പോൾ വരും? അങ്ങനെയെങ്കിൽ ബൈബിൾ പ്രവചന പ്രകാരം യേശു ക്രിസ്തുവിൻ്റെ വരവ് എപ്പോൾ? അതിനെ അടിസ്ഥാനപ്പെടുത്തിയ നാം ചിന്തിക്കുന്നത്, യേശു എപ്പോൾ വരും? ദൈവത്തിൻ്റെ ദാസനാകുന്ന അടിയനല്ല, 7 കാര്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നിവർത്തി ആകണം. 7 കാര്യങ്ങൾ നിവർത്തിയാകുമ്പോൾ എൻ്റെ യേശു മടങ്ങി വരും. 8 വാക്യങ്ങൾ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം. യേശു എപ്പോൾ മടങ്ങി വരും? വായിക്കും. മത്തായി സുവിശേഷം 24, 35, 36 വാക്യങ്ങൾ. യേശു എപ്പോൾ മടങ്ങി വരും? മത്തായി സുവിശേഷം 24, 35, 36 വാക്യങ്ങൾ. യേശു എപ്പോൾ മടങ്ങി വരും? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. എന്റെ വചനങ്ങൾ, വചനമാ ക്ലിയർ. പ്രസംഗിക്കുന്ന ഞങ്ങളല്ല, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അടുത്ത വാക്യം, ആ നാളും നാഴികയും സംബന്ധിച്ചോ? കൃത്യമായി സ്പീഡിൽ പോകത്തില്ല. ഇതൊരു പഠന ക്ലാസ് പോലെ പോകാൻ പറ്റത്തുള്ളൂ. ആ നാളും നാഴികയെ സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ, എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും സ്വർഗത്തിലെ ദൂതന്മാര് പോലും പുത്രനും കൂടെ അറിയുന്നില്ല. എത്ര ക്ലിയർ! പത്രോസ് ലീഗ പറഞ്ഞതുപോലെ കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. 1-ാമത്തെ പഠനഭാഗം, പിതാവ് അറിയാതെ യേശു വരത്തില്ല. മലയാളം, പിതാവ് അനുവദിക്കണം യേശു വരുവാൻ. ഇത് ഞാനല്ല പറഞ്ഞത്. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം, ഓശാന പെരുന്നാളിൽ ശിഷ്യന്മാരുമായി ഒലിവുമലയുടെ നെറുകയിൽ സെർമൺ ഓഫ് ദ മൗണ്ട് യേശു സംവദിക്കുമ്പോൾ, പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, പറയുന്നൊരു കാര്യമുണ്ട്. ഗുരു, നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. ആകാശം മാറും, ഭൂമി മാറും, തിരുവചനം ഒഴിഞ്ഞു പോകത്തില്ല. പിതാവ് അനുവദിക്കാതെ യേശു വരികയില്ല. വരാനിരിക്കുന്ന യേശുവിന് പോലും അറിയത്തില്ല യേശു എപ്പോൾ വരും. സ്വർഗത്തിലെ പിതാവിന് മാത്രം, ദൂതന്മാർക്ക് പോലും അറിയത്തില്ല. 1997 അമേരിക്കയിൽ ഒരു കൊറിയക്കാരൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, യേശു ഇത്രാം തീയതി വരും, നിങ്ങൾ ബിസിനസ്സൊക്കെ അവസാനിപ്പിച്ച് ടെൻറ്റിനകത്ത് ഇരുന്നോളായി. അങ്ങനെ ടെൻറ്റിനകത്ത് ഇരുന്നിട്ട് വളരെ കാര്യമായിട്ട് കാര്യം നടത്തി. പക്ഷേ ഇവർ പറഞ്ഞ സമയത്ത് യേശു വന്നില്ല. ഈ പ്രിയപ്പെട്ടവൻ പലർക്കും വിഷം കൊടുത്ത് കൊന്നെന്നാ പറയുന്നത്. യേശു വന്നില്ല. അതുകൊണ്ട് സമയം മുൻകൂട്ടി കുറിക്കുന്നത് പിശാചിൻ്റെ പദ്ധതി. 2014 ഡിസംബർ മാസം 8-ാം തീയതി ലോകത്തിലെ ചില ഭാഗങ്ങളിൽ ഇന്റർനെറ്റിൽ മെസ്സേജ് കൊടുത്തു, യേശു ഡിസംബർ 8-ാം തീയതി വരുമെന്ന് ചില പ്രത്യേക വിഭാഗക്കാർ. മക്കളെ, ഇതെല്ലാം വചനത്തിന് വിരുദ്ധമാണ്. യേശു സമയം കൂട്ടിയല്ല വരുന്നത്. യേശു പിതാവ് അനുവദിക്കുമ്പോൾ മാത്രമേ യേശു വരത്തുള്ളൂ. യേശു എപ്പോൾ വരും? മറുപടി, പിതാവ് അനുവദിക്കുമ്പോൾ യേശു മടങ്ങി വരും. യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം. ചിലയിടത്ത് ഒരു ഉപവാസ പ്രാർത്ഥന നടക്കും. 3 ദിവസം കാര്യമായ ഉപവാസ പ്രാർത്ഥന. നേതൃത്വം കൊടുക്കുന്ന ദൈവദാസൻ പ്രാർത്ഥിക്കും, കർത്താവേ, ഇപ്പോൾ അങ്ങ് വന്നാൽ ഇവരെ കൊണ്ടുപോകാം. ഏകദേശം ഒന്ന് ശരിയായിരിക്കുക, പ്രാർത്ഥനയും കാത്തിരിപ്പൊക്കെ കഴിഞ്ഞ്
പാപങ്ങളെല്ലാം വിട്ട്. പക്ഷേ പൊന്നു കർത്താവേ, കൂടാരത്തിനകത്തുനിന്ന് യവന്മാരിറങ്ങിയാൽ പഴയ പടിയായിപ്പോ. സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വരണമെന്ന് പലരും പ്രാർത്ഥിക്കാറുണ്ട്. മക്കളെ, അങ്ങനെയൊന്നും യേശു വരത്തില്ല, പിതാവ് അനുവദിക്കാതെ. മത്തായിയിൽ വേറൊരു ഭാഗമുണ്ട്, വായിക്കുന്നില്ല. രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ എൻ്റെ യേശു മടങ്ങി വരും. കാൽവരിയിൽ നമുക്കായി സകല പാപത്തിൻ്റെ പരിഹാരത്തിനും വേണ്ടി അവൻ പരമയാഗമായെന്നുള്ളത് കൃത്യമായി പറയുമ്പോൾ യേശു മടങ്ങി വരും. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ എൻ്റെ നാഥൻ മടങ്ങി വരും. ഒന്നാമത്തെ ഉത്തരം, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവപ്പോൾ ബൈബിൾ വചനം യേശു ക്രിസ്തുവിന്റെ ഒലിമല പ്രഭാഷ ആകാശവും ഭൂമിയും മാറും, വചനം മാറിയില്ല. പിതാവ് അനുവദിക്കാതെ യേശു വരില്ല. വരുന്ന യേശുവിനെ പറയത്തില്ല. ആ നാളും നാഴികയെ സംഭവിച്ച് സ്വർഗത്തിലെ ദൂതന്മാർ, മർക്കോസ് എഴുതിയിട്ടുണ്ട് ആ നാളും നാഴികയെ സംബന്ധിച്ച്. അപ്പോൾ യേശു എപ്പോൾ മടങ്ങി വരും? പിതാവ് അനുവദിക്കുമ്പോൾ യേശു മടങ്ങി വരും. 2, യേശു എപ്പോൾ മടങ്ങി വരും? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് അനുഗ്രഹിക്കപ്പെട്ട രക്ഷാ സന്ദേശം എഴുതിയ 8ഓളം അത്ഭുതങ്ങൾ എഴുതപ്പെട്ട സുവിശേഷത്തിൽ കൂടി എഴുതിയ യോഹന്നാൻ ശ്ലീഹന്മാരുമായി യേശു സംവദിക്കുന്നത് എഴുതി വച്ചിട്ടുണ്ട്. യോഹന്നാൻ 13 മുതൽ 19 വരെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനോടുള്ള ബന്ധത്തിൽ എഴുതപ്പെട്ട വാക്യങ്ങളാണ്. അതിൽ യേശു എപ്പോൾ മടങ്ങി വരും? ഞാനല്ല പറഞ്ഞത്, ലവാർമയിലുള്ള കുഞ്ഞുങ്ങളല്ല, ദൈവത്തിൻ്റെ ദാസന്മാരല്ല. ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട സ്ലീഹന്മാരോട് യേശു സംവദിച്ചുകൊണ്ട് പറയുന്നു, അവൻ എപ്പോൾ മടങ്ങി വരും? വായിക്കുന്നു, യേശു എപ്പോൾ മടങ്ങി വരും? യോഹന്നാന്റെ സുവിശേഷം 14, 1, 2, 3. യേശു എപ്പോൾ മടങ്ങി വരും? വായിക്കാം മക്കളെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. യേശുവിന്റെ ക്രൂശീകരണവും കാര്യങ്ങളുമൊക്കെ അറിയുന്ന സ്ലീഹന്മാർ ഇപ്പം തന്നെ കലങ്ങിയിരിക്കുക. അപ്പോൾ യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അടുത്തത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. അനേക വാസസ്ഥലം. ബൈബിൾ മറ്റ് സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് പാലസ് അല്ലെങ്കിൽ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക കൊട്ടാരങ്ങളുണ്ട്. അടുത്തത്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ആ കൊട്ടാരം ഉണ്ടോ വേണ്ട യേശു പറഞ്ഞത്. അടുത്തത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. അതിന് വീണ്ടും വേർഷൻ കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് കൊട്ടാരമൊരുക്കുവാൻ പോകുന്നു. അടുത്തത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ, ഞാൻ പോയി ആ കൊട്ടാരമാകുന്ന വീടൊരുക്കിയാൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്, ഞാൻ ഇരിക്കുന്ന അതേ പിതാവിന്റെ കൊട്ടാരത്തിൽ നിങ്ങളും ഇരിക്കേണ്ടതിന്, പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കണ്ടോ? അപ്പോൾ യേശു എപ്പോൾ വരും? ഇത് ഞാനല്ല പറയുന്നത്, എല്ലാം ബൈബിൾ പ്രവചനങ്ങളാണ്. അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ പിതാവിൻ്റെ കൊട്ടാരത്തിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊട്ടാരമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. തീർന്നില്ല, മനസ്സിലാക്കണം. വീടൊരുക്കിയാൽ, ഇംഗ്ലീഷ് ബൈബിൾ മറ്റ് വേർഷനിലെല്ലാം കാണുന്നത് സ്ഥലമെന്നല്ല, വീടെന്നല്ല. മോർ പാലസസ് in my father's house I will make palace. നിങ്ങൾക്ക് വേണ്ടി കൊട്ടാരമൊരുക്കും. ആ കൊട്ടാരമൊരുക്കുമ്പോൾ ആ വീട്ടിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ യേശു എപ്പോൾ മടങ്ങി വരും? പിതാവ് അനുവദിക്കുമ്പോൾ എൻ്റെ നാഥൻ മടങ്ങി വരും. തീർന്നില്ല, എൻ്റെ യേശു എപ്പോൾ വരും? മധ്യാകാശത്തിൽ ഇന്നത്തെ ആകാശ നക്ഷത്രങ്ങൾക്കകപ്പുറം, കോടാനുകോടി ഗാലക്സിക്കപ്പുറം, പ്രിയപ്പെട്ട ദൈവമക്കളെ, അവന്റെ കൊട്ടാരം കൈപ്പണിയല്ലാതെ ഒരുക്കി നമ്മെ ചേർക്കുവാൻ വീടൊരുക്കി കഴിയുമ്പോൾ എൻ്റെ യേശു മടങ്ങി വരും. വചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, മനുഷ്യൻ്റെതായ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയാം
ഇത്രയും ആധികാരികമായി ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത്, കൊട്ടാരമൊരുക്കിയാൽ ഞാൻ മടങ്ങി വരും. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ സുവിശേഷം 13 മുതൽ 19 വരെ പ്രത്യാശയുടെ മേഘപ്രത്യക്ഷതയെപ്പറ്റി കാണിക്കുമ്പോൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, വീടൊരുക്കിയാൽ യേശു മടങ്ങി വരും. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വീണ്ടും എപ്പോൾ? റോമാലേഖനം 11-ാം അധ്യായം 25-ാമത്തെ തിരുവചനം. യേശു എപ്പോൾ വരും? റോമർ 11:25 വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ. നമ്മൾ പലരും വലിയ ബുദ്ധിമാന്മാര് ഒന്നുമല്ലെന്ന് വിചാരിക്കണം. ബുദ്ധിമാന്മാരല്ലെന്ന് നിങ്ങൾക്ക് തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. റോമാലേഖനത്തിൽ ധന്യനായ പൗലോസ്ലീഹ സഹോദരങ്ങൾക്ക് സഭയോടുള്ള ബന്ധത്തിൽ പറയുന്നു. വായിച്ചാട്ടെ. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇസ്രായേൽ അംശമായി പീഡിപ്പിക്കപ്പെടും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. മതി. ഇസ്രായേൽ കുത്തിയവങ്കലേക്ക് നോക്കുന്ന ഒരു കാലം വരും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ജാതികളുടെ പൂർണ്ണസംഖ്യ, യഹൂദന്റെ പൂർണ്ണസംഖ്യയല്ല, ജാതികളുടെ പൂർണ്ണസംഖ്യ. എന്താ ജാതികളുടെ പൂർണ്ണസംഖ്യ? മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ആർ നിൽക്കും? 54 പ്രവചനങ്ങൾ യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നത് ഒലിവെന്ന നാട്ടൊലിവിന്റെ കൊമ്പുകൾ വെട്ടി കാട്ടൊലിവായിരുന്ന നമ്മെ ആ നാട്ടൊലിവിനോട് ചേർത്ത് വെച്ച് പിടിപ്പിച്ചത് വചനത്തിന്റെ രഹസ്യം കണ്ടു. യേശു ക്രിസ്തുവിന്റെ മഹത് പ്രത്യക്ഷതയിൽ മേഘത്തിൽ അവൻ വരുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നാട്ടൊലിവിന്റെ കമ്പുകളെ വെട്ടിമാറ്റി ഇസ്രായേലിനെ വെട്ടിമാറ്റി കാട്ടൊലിവായ നമ്മെ അവിടെ വെച്ചു പിടിപ്പിച്ചു. അംശമായ കാഠിന്യം യഹൂദന് ഭവിക്കും. ഇസ്രായേൽ മുഴുവൻ കുത്തിയവങ്കലേക്ക് നോക്ക്. ജാതികളുടെ പൂർണ്ണസംഖ്യ. സ്വർഗത്തിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. ദൈവരാജ്യം കടലിലിട്ട വല പോലെ മത്സ്യം പലതും അതിനകത്തു കയറി മക്കളെ കൊള്ളാവുന്നതിനെ വലയ്ക്കകത്ത് പറക്കി കൊള്ളാത്തതിനെ കടലിലേക്ക് തള്ളി. വിളിക്കപ്പെട്ടവർ അനേകം, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് ഗണിക്കരുത്. ജാതികളുടെ പൂർണ്ണസംഖ്യ തീരുവോളം, തികയുവോളം ഇസ്രായേൽ അംശമായ കാഠിന്യം അവർ പീഡിപ്പിക്കപ്പെടും. പിന്നത്തതിൽ ദൈവമുഖത്തേക്ക് അവർ നോക്കും. അപ്പോൾ യേശു എപ്പോൾ മടങ്ങി വരും? ഇത് മുഴുവൻ ബൈബിളിൻ്റെ പ്രവചനത്തിൻ്റെ നിവർത്തിയ. എന്തെങ്കിലും കവലയിൽ നിന്നോ ഏതെങ്കിലും മാർക്കോ ബീസ്റ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് യേശു വരും, കോവിഡ് കണ്ടിട്ട് കോവിഡ് 1, കോവിഡ് 2, ഒരു കോവിഡ് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ കോവിഡിൻ്റെ വാക്സിൻ കയറിയ ഗ്രാഫിക് ഓക്സൈനോ അല്ലെങ്കിൽ സ്റ്റിറോയിഡോ കയറിയ ഉടനെ യേശു നാളെ വരാൻ പോവുക, എല്ലാവരും നരകത്തിൽ പോവുക. മക്കളെ, ഈ ബൈബിൾ പഠിക്കാതെ ഈ പറയാൻ നിങ്ങൾ നിൽക്കരുത്. യേശു എപ്പോൾ വരുമെന്നുള്ളതിൻ്റെ പ്രവചനമാണ് നാം ചിന്തിക്കുന്നത്. 1, അവൻ പിതാവ് അനുവദിക്കുമ്പോൾ മാത്രമേ വരൂ. 2, മധ്യാകാശത്തിൽ ആകാശഗംഗ ഗാലക്സിയിൽ പിതാവിൻ്റെ വീട്ടിലെ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയായതിന് ശേഷമേ കാന്തയെ ചേർക്കാൻ വരത്തോള്. സജു ചാത്തന്നൂരല്ല പറഞ്ഞത്, എൻ്റെ യേശു പറഞ്ഞു. മാളികമുറി പ്രഭാഷണം തീർന്നില്ല. 3, ഇസ്രായേലിന് അംശമായ കാഠിന്യം. ഇസ്രായേലിനെ പറ്റി ഞാനിപ്പോൾ ചിന്തിക്കും മുമ്പോട്ട്. ഇസ്രായേലിന് അംശമായ കാഠിന്യം സംഭവിക്കുക. മക്കളെ,
നാട്ടൊലിവായി ഇരുന്ന ഇസ്രയേലിന്റെ കമ്പുകളെ വെട്ടി കാട്ടൊലിവായ നമ്മെ അവന്റെ കൃപയുടെ മഹത്വത്തിനൊത്തവണ്ണം കൂട്ടിച്ചേർത്തു. അങ്ങനെയെങ്കിൽ അംശമായ കാഠിന്യം അനുഭവിച്ച ഇസ്രയേലിനെ മടക്കി വരുത്തിയതിനു ശേഷം അവങ്കലേക്ക് നോക്കുമ്പോൾ യേശു മടങ്ങി വരും. നാലാമത്തെ സംഭവം, എപ്പോൾ യേശു മടങ്ങി വരും? അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു എപ്പോൾ മടങ്ങി വരും? അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കാം. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും, ദൈവം ലോകാരംഭം മുതൽ, ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ്, തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരാൽ അരുളപ്പാട് കൊടുത്ത സംഭവങ്ങളൊക്കെയും അടുത്ത വായിച്ചാട്ടെ. യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം, യഥാസ്ഥാനത്താകുന്ന കാലം വരെ സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. സ്വർഗം നമ്മുടെ മശിഹായെ കൈക്കൊള്ളേണ്ടതാകുന്നു. അങ്ങനെ അത് യേശു ഉടനെ വരുവോ? വരത്തില്ല. 95% പ്രവചനങ്ങൾ നിവർത്തിയായി. ഇനി 5% പ്രവചനങ്ങൾ തൻ്റെ പ്രവാചകന്മാരാൽ രേഖപ്പെടുത്തിയ പ്രവചനങ്ങൾ നിവർത്തിയാകുന്നത് വരെ സ്വർഗം നമ്മുടെ മശിഹായെ കൈക്കൊള്ളും. എത്ര ക്ലിയർ ഉപദേശാന്നറിയാവും. ഈ പ്രവചനം നിവർത്തിയാകുമ്പോൾ സ്വർഗം ബട്ടണമർത്തും. ഇടയൻ തൻ്റെ ആടുകളെ പോയി കൂട്ടിച്ചേർക്കാൻ പറയുന്നത് പോലെ. എത്ര പേർക്ക് ഈ കാര്യം മനസ്സിലാകുന്നു? ഇതൊന്നും പലരും പ്രസംഗിക്കത്തില്ല. എന്താ കാര്യമെന്നറിയാമോ? ഇത് പ്രസംഗിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. വിശുദ്ധ പ്രവാചകന്മാരാൽ അരുളപ്പാട് കൊടുത്ത ബൈബിളിലെ, ഞാൻ പറഞ്ഞല്ലോ 7000 പ്രോമിസ വിശുദ്ധ തിരുവചനത്തിൽ, 31,171 വാക്യങ്ങളിൽ 1000 പ്രവചനങ്ങളുണ്ട്. മുമ്പോട്ട് ഞാൻ പ്രവചനം പഠിപ്പിക്കാൻ പോവുക. ദാനിയേൽ അടുത്ത പ്രവചനം പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രവചനങ്ങൾ നിവർത്തിയാകുന്നത് വരെ സ്വർഗം അവനെ താഴോട്ട് വിടത്തില്ല. അതുകൊണ്ടല്ലയോ കാൽവരിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ യേശു മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ 40 ദിവസം തന്നെ കുഞ്ഞുങ്ങളോട് പാർത്തു. ശിഷ്യന്മാരെ അനുഗമിക്കുമ്പോൾ, നിങ്ങൾ മനസ്സിലാക്കണം കർത്താവിൻ്റെ വരവ്. അപ്പോൾ യേശു ഉയരത്തിലേക്ക് പോയി കണ്ണ് വയ്ക്കുന്ന വേഗത്തിൽ. അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്നത്, ബഹുമാന്യനാം ആചാര്യരായി വാനിൽ അവൻ വാഴുകയാൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാ അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസ്ലീഹായോടുള്ള ബന്ധത്തിലാ പറയുന്നത്, തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരാൽ അരുളപ്പാട് കൊടുത്ത പ്രവചനങ്ങൾ നിവർത്തിയാകുന്നത് വരെ യേശുവിന് സ്വർഗം കൈക്കൊള്ളു. പിതാവ് ആജ്ഞാപിക്കുമ്പോൾ അവൻ വരും തൻ്റെ ചുടുനിണത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ ചേർക്കുവാൻ. തൻ്റെ ചുടുനിണത്താൽ പിതാവ് അരുളപ്പാട് കൊടുക്കും. പുത്രനോട് പറയും എവിടത്തേക്ക് പോകുവാൻ? തൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുവരുവാൻ. അപ്പോൾ യേശു എപ്പോൾ മടങ്ങി വരും? പള്ളിയിൽ അച്ഛൻ പറഞ്ഞാൽ യേശു വരുമോ? ഞാൻ പറഞ്ഞാൽ യേശു വരുമോ? TPMലെ പാസ്റ്റർ പറഞ്ഞാൽ വരുമോ? പോപ്പ് പറഞ്ഞാൽ യേശു വരുമോ? ഇല്ല. പിതാവ് അനുവദിക്കുമ്പോൾ യേശു വരും. 2, വീടിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ യേശു വരും. ജാതികളുടെ പൂർണ്ണസംഖ്യ തികയും ഇസ്രായേൽ അംശമായ കാഠിന്യം യേശു വരും. 4, ഈ പുസ്തകത്തിൽ വിശുദ്ധ പ്രവാചകന്മാരാൽ അരുളപ്പാട് കൊടുത്ത് അരുളപ്പാട് തികയുമ്പോൾ യേശു മടങ്ങി വരും. അടുത്ത വാക്യം ഇനി ഇപ്പോഴത്തെ സംഭവമായിട്ടൊന്ന് കമ്പയർ ചെയ്യണമല്ലോ. യേശു എപ്പോൾ വരും? അത് ഈറ്റുനോവിൻ്റെ ആരംഭം. വായിക്കാം ജോസഫ് ബ്രദറെ, മത്തായി സുവിശേഷം 24 അതിൻ്റെ 7-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 24 അതിൻ്റെ 7-ാമത്തെ വാക്യം. യേശു എപ്പോൾ മടങ്ങി വരും? എന്നാൽ അത് അവസാനമല്ല. ഇതൊക്കെ അവസാനമല്ല. ജാതി ജാതിയോടും. അവിടെ നിൽക്കട്ടെ. ഈ പ്രഭാഷണം കേൾക്കുന്നവരെല്ലാം പഠിക്കാൻ പേനയായിട്ട് നിൽക്കണം. ജാതി ജാതിയോടും. എന്താ ജാതി ജാതിയോട്? ലോകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മതസംഘടനയായിരുന്നു ഇസ്ലാം. താലിബാൻ ഇന്ന് പിടിച്ചടക്കിയപ്പോൾ അഫ്ഗാനിസ്ഥാനത്തിൽ സംശുദ്ധ ഭരണം അവരുടെ മതഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ കണ്ടു, ഷിയ മസ്ജിദിനകത്ത് സ്ഫോടനം. 2 പേരുടെ കയ്യിലിരിക്കുന്നതും
ഒരു മതഗ്രന്ഥം. കണ്ടോ, ജാതി ജാതിയോടും കമ്മ്യൂണൽ ക്ലാഷ്. കേരളം കണ്ടില്ലേ? ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്. ഒരു കാലത്ത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മുഹമ്മദും തോമസ് കുട്ടിയും രാധാകൃഷ്ണനും ഒരേ ബെഞ്ചിലിരുന്ന് നോട്ട് എഴുതിയെടുത്തു, ഒരേ പാത്രത്തിൽ ആഹാരം കഴിച്ചു. ആ കാലം മാറി. ഇന്ന് നാം പാർക്കുന്ന കൊച്ചു കേരളത്തിലും കമ്മ്യൂണൽ ക്ലാഷ്. സെക്രട്ടേറിയറ്റ് നടയിൽ ക്രിസ്ത്യാനികൾ വേറെ യോഗം ചേരുന്നു, പാലായിൽ മുസ്ലിം സഹോദരന്മാർ വേറെ യോഗം ചേരുന്നു, വൈക്കത്ത് SNDP വേറെ യോഗം ചേരുന്നു, ചങ്ങനാശ്ശേരിയിൽ NSS വേറെ യോഗം ചേരുന്നു, മാനാഞ്ചിറയിൽ മുസ്ലിം മത നേതാക്കൾ ഒരുമിക്കുന്നു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒലിവുമല പ്രഭാഷണത്തിനകത്ത് എൻ്റെ യേശു പറഞ്ഞു, ജാതി ജാതിയോടും. കോവിഡ് കാലത്ത് അകം തുറന്ന് എന്നെ കേൾക്കുന്ന മലയാളി സുഹൃത്തുക്കൾ, നേഷൻ ടു നേഷൻ, റിലീജിയൻ ടു റിലീജിയൻ, ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, ഇതെല്ലാം വരുന്നു. കമ്മ്യൂണൽ ക്ലാഷ് അന്ത്യകാലത്തിന്റെ ലക്ഷണം. യേശു എപ്പോൾ വരും? ജാതി ജാതിയോട്. അടുത്തത് വായിക്കാം. രാജ്യം രാജ്യത്തോടും എതിർക്കും. അതെ, നിക്കട്ടെ. രാജ്യം രാജ്യത്തോട്. ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാജ്യം രാജ്യത്തോട്. പഴയ കാലത്ത് ഇത് പ്രസംഗിച്ചാൽ നമ്മൾ വിഷമിക്കും. ഇന്നാരാ, എന്തിനാ സാമ്പത്തിക മാന്ദ്യം മൂലം താലിബാന്റെ കയ്യിൽ ഭരണം കൊടുത്തിട്ട് അമേരിക്ക ഗുഡ് ബൈ? 2 രാജ്യങ്ങൾ ഏത് സമയം അടികൂടാൻ നിൽക്കുക. ഒന്ന് ഇസ്രായേൽ, ഇറാന്റെ ആണവ അന്തർവാഹിനി കടലിൽ മുക്കിക്കളഞ്ഞു. 2 ഇറാന്റെ ആണവ നിലയം ഇസ്രായേൽ തകർത്തു. 3 ഇറാന്റെ ആണവ ഉപദേഷ്ടാവിനെ കൊന്നുകളഞ്ഞു കമ്പ്യൂട്ടർ വഴി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. തീർന്നില്ല, അവിടുത്തെ ഏറ്റവും നല്ല ബുദ്ധി ഉപദേശകന് 4 കുറ്റങ്ങളാ ഇപ്പൊ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ഈ കോവിഡ് കാലത്ത്. 1 അവരുടെ ആണവ ഉപദേഷ്ടാവിന്, 2 മതകാര്യ നേതാവിന്, 3 ആണവ നിലയം, 4 ഇറാന്റെ അന്തർവാഹിനിയെ പസഫിക്ക് വെച്ച് തകർത്തു. രാജ്യം രാജ്യത്തോട്. തീർന്നില്ല, ഇതെല്ലാം കേൾക്കണം. യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിർത്തി വചനത്തോടൊപ്പം അപ്പുറത്ത് അമേരിക്ക തൈവാന്റെ വിഷയത്തിൽ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാ തൈവാൻ. അതിനെ പിടിച്ചടക്കിയാൽ ചൈനയ്ക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ നിവർത്തിക്കാം. അങ്ങനെയെങ്കിൽ തൈവാന്റെ വിഷയത്തിനകത്ത് അമേരിക്ക സഖ്യകക്ഷികളെ കൂട്ടുപിടിക്കുന്നു. ഇന്ത്യ ഒന്നും മിണ്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി മിസ്റ്റർ ജോ ബൈഡനുമായി ഒരു 3-4 ദിവസത്തെ പ്രഭാഷണമൊക്കെ നടത്തിയിട്ടാണ് വന്നേ. ഒരു പകുതി സമ്മതം ചൈനയ്ക്കെതിരെയും ഉണ്ട്. സ്വതന്ത്രം 4 രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ഷിപ്പായ സബ്മറൈന് പസഫിക്കിനകത്ത് വെച്ച് മധ്യാരണ്യ കടലിൽ വെച്ച് ചൈന അറ്റാക്ക് ചെയ്തെന്ന് പറയുന്നു. അമേരിക്ക അത് പുറത്ത് പറയുന്നില്ല, നാണക്കേടാ. പക്ഷേ ഇതൊരു ഈറ്റുനോവിന്റെ ആരംഭമാ. ലോകം 2 ചേരിയിലേക്ക് നീങ്ങുന്നു. യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി. ഇനി തൈവാനിലേക്കെതിരെ ഒരാക്രമണമുണ്ടായാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു സഖ്യകക്ഷികൾ ആരെ അറ്റാക്ക് ചെയ്യും? ചൈനയെ അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ തന്നെ ചൈനയുടെ സിൽക്ക് പാത റെഡി. പലരും കുറ്റം പറയും, എന്താ ചൈനയുടെ സിൽക്ക് പാത? ചൈന, പാകിസ്ഥാൻ, അഫ്ഗാൻ, ഇറാൻ, ഇറാഖ്, യൂഫ്രട്ടീസ് ടൈഗ്രീസ് വഴി ലെബനോനിലെത്തിയാൽ ഇസ്രയേലിനെ ആക്രമിക്കാം. ഇതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. യൂഫ്രട്ടീസ് പറ്റാൻ പോന്നു. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഓൺലൈനിൽ നിങ്ങൾ കണ്ടു. അട്ടാട്ടാർ ഡാം പണിയുന്നു തുർക്കി. ദാണ്ട് ഇതിനാ താലിബാൻ വന്നപ്പോൾ ചൈന കണ്ണടച്ചുകൊണ്ട് പിന്തുണ. താലിബാൻ ആരോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ആക്രമണമാ വലുത്. അതുകൊണ്ട് ചൈനയുടെ സിൽക്ക് കൊറിഡോർ. ഒലിവുമലയിൽ എൻ്റെ നാഥൻ പറഞ്ഞു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിന്. നേഷൻ ടു നേഷൻ, റിലീജിയൻ ടു റിലീജിയൻ, കൺട്രി ടു കൺട്രി.
കണ്ടില്ലേ? ഒരു സ്ഥലത്ത് ഇറാനും ഇസ്രയേലും, മറു സ്ഥലത്ത് അമേരിക്കയും ചൈനയും, നാം പാർക്കുന്ന ഇന്ത്യ. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ കണ്ടില്ലേ, കരസേനയുടെ മേധാവിയും ബിപിൻ റാവത്തും ചൗധരിയും ചൈനക്കാരനോട് പറഞ്ഞ് മര്യാദയ്ക്ക് പോസ്റ്റ് മാറ്റിക്കോ, അല്ലെങ്കിൽ അടി ഉറപ്പ്. രാജ്യത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ, ജാതി ജാതിയോടും രാജ്യത്തോടും. എത്ര ക്ലിയറായി. അടുത്ത വാക്യം വായിക്കാം. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. യേശു എപ്പോൾ വരും? മെക്സിക്കോയിൽ ഭൂകമ്പം കണ്ടില്ലേ? ഇന്തോനേഷ്യ കടലിനടി സുനാമി അടിക്കുക. ക്ഷാമം കണ്ടോ? ഇന്നത്തെ എണ്ണവില എത്രയായി? മലയാള സഹോദരങ്ങളോടാണ് ചോദിക്കുന്നത്. പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില സെഞ്ചുറിയായി. കഴിഞ്ഞ ദിവസം ഒരപ്പച്ചൻ പറഞ്ഞതുപോലെ, എൻ്റെ പ്രസംഗം കേൾക്കുന്ന ഒരപ്പച്ചൻ എന്നോട് പറഞ്ഞു, സാറേ പഴയ സൈക്കിളാ നല്ലത്, പക്ഷേ അതെല്ലാം വിറ്റുപോയല്ലോ. പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, ടാക്സ് വേണ്ട, ആരോഗ്യത്തിന് നല്ലതും സൈക്കിൾ. അങ്ങനെയെങ്കിൽ ഇന്ന് പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില ലോക വിപണിയിൽ കുതിക്കുന്നു. ക്ഷാമമുണ്ടാകും. എങ്ങനെയുള്ള ക്ഷാമമാ? ആഹാരം കിട്ടും, വില കൊടുക്കണം, വിലക്കയറ്റം. അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാ. ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകാൻ പോകുന്നു. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ്, ക്ഷാമമുണ്ടാകും. അരിക്ക് വില കൂടും, മെഡിസിന് വില കൂടും, സവാളയ്ക്ക് വില കൂടും, ഇഞ്ചക്ഷന് വില കൂടും, ആശുപത്രി മരുന്നിന് വില കൂടും, മനുഷ്യൻ ഉപയോഗിക്കുന്ന സകല എണ്ണകൾക്കും വില കൂടും. ക്ഷാമം. അപ്പോൾ യേശു എപ്പോൾ മടങ്ങി വരും? പിതാവ് അനുവദിക്കുമ്പോൾ എൻ്റെ യേശു മടങ്ങി വരും. യേശു എപ്പോൾ മടങ്ങി വരും? കൊട്ടാരം ഒരുക്കിയിട്ട് മടങ്ങി വരും. യേശു എപ്പോൾ മടങ്ങി വരും? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ യേശു മടങ്ങി വരും. യേശു എപ്പോൾ മടങ്ങി വരും? വിശുദ്ധ പ്രവാചകന്മാരാൽ രേഖപ്പെടുത്തിയ പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തിക്കുന്നത് വരെ സ്വർഗം അവനെ കൈക്കൊള്ളും. യേശു എപ്പോൾ വരും? ജാതിയോട്, രാജ്യത്തോട് യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധി, അവിടെ കോവിഡ്. ഇത് ഈറ്റുനോവിന്റെ ആരംഭം. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. 5 കാര്യം ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ പറഞ്ഞു. 8 കാര്യങ്ങളാ യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർന്നില്ല മക്കളെ. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ട്, ഹല്ലേലൂയ, പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ, അത്യുന്നതന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഓ യഹൂദൻ വിളിച്ചു, ഹോശന്ന ഹോശന്ന. സായം സന്ധ്യയിൽ ഒലിവുമലയുടെ നിറകയിൽ ശിഷ്യന്മാരോട് പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി. ജാതിയോടും രാജ്യത്തോട്, ഹല്ലേലൂയ, യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധിയും കോവിഡും കണ്ട തലമുറയോട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദാസനാ അക്കമിട്ട് പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായിരിക്കുന്നു. ഈ പ്രഭാഷണം കേൾക്കുന്നവരെ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അന്ത്യകാല പ്രഭാഷണ മക്കളെ അക്കമിട്ട് പറയുന്നത് ഇല്ല. യേശു എപ്പോൾ വരും? ഇസ്രയേൽ ഭാരമുള്ളൊരു കല്ലാകുമ്പോൾ എൻ്റെ യേശു വരും. ഇസ്രയേൽ ഭാരമുള്ളൊരു കല്ലായോ? എവിടെ കല്ലായി? വായിക്കുന്നു, ആരായി ഇസ്രയേൽ? ആദ്യം ഒരു പേര്, യാബോക്ക് കടവിൽ വെച്ച് യാക്കോബിന് കിട്ടിയ പേര് ഇസ്രയേൽ. പിന്നത്തതിൽ മോശയോടൊപ്പം മിസ്രൈമിൽ നിന്ന് അടിമത്തത്തിൽ വന്നപ്പോൾ അവർക്കൊരു പേര് കിട്ടി, ഇസ്രയേൽ ജനത. 1948 മെയ് മാസം 14-ാം തീയതി ഡേവിഡ് ബെൻഗൂറിയോൻ ഗോലാൻ കുന്നുകളിൽ കൊടി ഉയർത്തിയപ്പോൾ ഇസ്രയേൽ ഒരു രാജ്യമായി. എത്ര ക്ലിയർ പ്രവചനം! ഒരപ്പന് കിട്ടിയ പേര് ഇസ്രയേൽ, അത് പിന്നത്തതിൽ ഒരു ജാതിയായി, അത് പിന്നത്തതിൽ ഒരു രാജ്യമായി. 5 വൻകരകളിൽ മാറി മാറി ചിതറിക്കടന്ന യഹൂദൻ യഥാസ്ഥാനപ്പെട്ടു വരുമ്പോൾ ജെറുസലേമിന്റെ വിഷയത്തിൽ
യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവുണ്ടാകും. എന്താ ജെറുസലേമിന്റെ വിഷയത്തിൽ 2018 ഡിസംബർ മാസം 6-ാം തീയതി ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി മാറ്റി. 200 കോടി ഇസ്ലാം ജനത നീറിക്കൊണ്ടിരിക്കുക ഇസ്രയേലിന്റെ വിഷയത്തിൽ. ഇത് പുറത്താരും പ്രസംഗിക്കത്തില്ല. തൻ്റെ ഇടത്തോടെ വചനവും ചരിത്രവും രാഷ്ട്രീയവും ഞാൻ ബേസ് ചെയ്യുന്നുണ്ട്. 200 കോടി ഇസ്ലാം ജനതയ്ക്കകത്ത് കാര്യം പിടികിട്ടി. അവൻ്റെ മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്ത അൽ-അഖ്സ താമസം വിന തകരും. അവൻ നീറിക്കൊണ്ടിരിക്കുക. അതാ ഭാരമുള്ള കല്ല്. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഒരു ഭാരമുള്ള കല്ലായി ലോകം വരും. അതിന് തുടക്കം കുറിച്ചു. യേശു എപ്പോൾ മടങ്ങി വരും? കറക്റ്റായ വചനപ്രഭാഷണമാ. ഉണർവ് അല്പം കുറവെങ്കിലും നോട്ട് ചെയ്യണം. ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഞാൻ ഭാരമുള്ള കല്ലാക്കി വെക്കും. ഇപ്പൊ കണ്ടില്ലേ, അടുത്ത പ്രഭാഷണം ലവാർമിയിൽ വരുമ്പോൾ ഗാസയെ പറ്റി പ്രസംഗിക്കും. അപ്പോൾ കാര്യം പിടികിട്ടും. കഴിഞ്ഞ കോവിഡ് കാലത്ത് അഷ്കലോണിലും അഷ്തോദിലും യക്രോനിലും ലൂദിലും അതിനപ്പുറത്ത് ജെറുസലേമിൽ ലോക ചരിത്രത്തിൽ ആദ്യമായി പലസ്തീനിൽ നിന്ന് ഗസയിൽ നിന്ന് മിസൈൽ അടിച്ചു ജെറുസലേമിൽ കഴിഞ്ഞ കോവിഡ് കാലത്ത്. എന്തുകൊണ്ട് സജു ചാത്തൻ ഇത് പറയുന്നു? പണ്ട് ജെറുസലേമിൽ മിസൈൽ വന്നിട്ടില്ല. ടെൽ അവീവ് വരെ മാത്രമേ മിസൈൽ വരത്തുള്ളൂ. പക്ഷെ ഇറാന്റെ മിസൈല് ഇവരുടെ കയ്യിൽ കിട്ടി. ഗാസയ്ക്കകത്ത് ആരേല ഹമാസ് അൽ-അഖ്സ ബ്രിഗേഡ് അവർ എവിടത്തേക്ക് അടിച്ചു? ജെറുസലേമിലേക്ക് അയച്ചു. ട്രംപ് ജെറുസലേമിന്റെ തലസ്ഥാനമാക്കിയപ്പോൾ ഈറ്റ് ആരംഭം തുടങ്ങി. തീർന്നില്ല. യേശു എപ്പോൾ വരും? ട്രംപ് വീണ്ടും ഒരു കാര്യം ചെയ്തു. കോൺസുലേറ്റ് അവിടെയാക്കി. എവിടെയാക്കി? ടെൽ അവീവിൽ നിന്ന് ജെറുസലേമിൽ. മോഡി സാറ് മാറ്റാൻ പോന്നു. തീർന്നില്ല. ട്രംപിന്റെ മരുമകളും മകനും അവിടെ സെറ്റിൽഡ് ജെറുസലേമിൽ. തീർന്നില്ല. ഇസ്രയേൽ ഒരു ജൂതരാഷ്ട്രമായി. യുണൈറ്റഡ് നേഷൻസിന് അവനെ പേടി, അമേരിക്കക്കാരനും പേടി, ലോകരാജ്യങ്ങൾക്ക് അവനെ പേടി. ഒരപ്പനി തുടങ്ങി ജനതയായി രാജ്യമായി. തീർന്നില്ല. അങ്ങനെ ഒരു സംഭവം ലോകത്തിൽ നടക്കുമോ? ജെറുസലേം ഒരു ഭാരമുള്ള കല്ലാകുമ്പോൾ എൻ്റെ യേശു മടങ്ങി വരും. എവിടെ തുടങ്ങി ഭാരമുള്ള കല്ല്? വായിക്കാം. സെക്കറിയ പ്രവചനം 12:1-2-3 വായിക്കാം. അന്നാളിൽ സെക്കറിയ പ്രവചനം 12:1-2-3 12-ാം അധ്യായം. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. കണ്ടോ? ജെറുസലേമിനെ ഞാനൊരു പരിഭ്രമ പാത്രമാക്കും. ജോസഫ് ബ്രദറെ, പതിയെ പോകുന്ന കാര്യം ഇതാ, ജനം മനസ്സിലാക്കട്ടെ. ജെറുസലേം എപ്പോൾ പരിഭ്രമ പാത്രമായി? മക്കളെ, കാര്യം മനസ്സിലാക്കണം. 2018 ഡിസംബർ മാസം 16-ാം തീയതി, ഡിസംബർ മാസം 6-ാം തീയതി ട്രംപ് തലസ്ഥാനമാക്കിയപ്പോൾ സജു ചാത്തന്നൂർ പ്രസംഗിച്ചു തുടങ്ങി. ഇത് ഭാരമുള്ളൊരു കല്ലായി. തീർന്നില്ല. ജെറുസലേം എപ്പോഴ് ഭാരമുള്ളൊരു കല്ലായി? 2019 മെയ് 14-ാം തീയതി ഇസ്രയേൽ സ്വാതന്ത്ര്യം കിട്ടിയ 70-ാമത്തെ വാർഷികത്തിൽ ട്രംപിന്റെ മരുമകളും മോനും കൂടെ കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്തപ്പോൾ, മകളും മരുമകനോട് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഭാരമുള്ള കല്ലായി. ജൂലൈ 31-ാം തീയതി UN പറഞ്ഞു രാഷ്ട്രമായി ഭാരമുള്ള കല്ലായി. കോവിഡ് കാലത്ത് ഹമാസിന്റെ അറ്റാക്ക് ജെറുസലേമിൽ വന്നപ്പോൾ അവൻ ഭാരമുള്ള കല്ലായി. അങ്ങനെയെങ്കിൽ താമസം വിന വരാൻ പോകുന്ന ഏകലോക ഭരണത്തിനകത്ത് എതിർ ക്രിസ്തുവിന്റെ മേലങ്കിയോടുകൂടി അൽ-അഖ്സ മോസ്ക് അവിടെ തകർക്കപ്പെടും, ഇല്ലാതാകും. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ലോക മുസ്ലിം ജനത ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി എഴുന്നേൽക്ക്. ഭാരമുള്ള കല്ല്. അടുത്ത വാക്യം വായിച്ചാട്ടെ. സകല ജാതികളും. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലായി വെക്കും. അടുത്തത്, അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഒരു യുദ്ധം ഇസ്രായേലിന്റെ വിഷയത്തിൽ. അടുത്തത്, ഭൂമിയിലെ സകല ജാതികളും
അതിന് വിരോധമായി ആ കൂടി വരും. അതാ താലിബാൻ ഭൂമിയിലെ സകല ജാതികളും, IS, താലിബാൻ, ഇസ്ലാമിക ജിഹാദ്, ചൈനയുടെ സിൽക്ക് പാത, റഷ്യ അടക്കം ഇസ്രയേലിനെ ആക്രമിക്കുവാൻ വരും. ആ യുദ്ധത്തിന്റെ പേരാ ഇസ്രയേൽ റഷ്യ യുദ്ധം. എന്നാൽ ഇന്ന് പകൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഇതെല്ലാം കാണുമ്പോൾ റഷ്യ ഇസ്രയേൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. എൻ്റെ യേശു എപ്പോൾ മടങ്ങി വരും? ഇത്രയും കറങ്ങി പ്രസംഗിക്കുന്നത് എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ പറ്റിയാ. ഏകദേശം 6 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. 3 കാര്യങ്ങൾ കൂടി പറയുമ്പോൾ 9 കാര്യം പറയും. യോഗ്യതയും പറയുമ്പോൾ പ്രഭാഷണം അവസാനിക്കും. 1, പിതാവ് അനുവദിക്കുമ്പോൾ. 2, വീടിന്റെ പണി പൂർത്തിയാകുമ്പോൾ. 3, ജാതികളുടെ പൂർണ്ണസംഖ്യ. 4, പ്രവാചകന്മാർ എഴുതിയ പ്രവചനം. 5, ജാതിയോടും രാജ്യം രാജ്യത്തോടും യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും. 6, പ്രിയ മക്കള്, ജെറുസലേം ഭാരമുള്ള കല്ലാകും. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ എങ്ങനെ വളർന്നു? മോശയോട് ദൈവം പറഞ്ഞു. 2500 കൊല്ലം മുമ്പ് മോശയോട് ദൈവം പറഞ്ഞ ആവർത്തന പുസ്തകം 28, എൻ്റെ ജനം എൻ്റെ പ്ലാൻ വിട്ട്, പദ്ധതി വിട്ട് പോയി കഴിഞ്ഞാൽ അവരെ ലോക ജാതികളുടെ ഇടയിൽ ചിതറിക്കും. AD 65 മുതൽ AD 35 മുതൽ യഹൂദന്റെ ചിതറക്കം. AD 70 പൂർണ്ണമായി ചിതറി. AD 135 കേക്കട, ഇതാ പ്രവചനം. AD 135 എന്താ പറഞ്ഞത്? ഇസ്രയേൽ ഒരു രാജ്യമല്ല, വെട്ടിക്കളഞ്ഞു റോം. പക്ഷേ കാൽവറിയുടെ കൊലക്കളത്തിൽ പീലാത്തോസ് പറഞ്ഞു, ന്യായമായും ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. യഹൂദ പരീക്ഷകൾ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്ക. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. ലോകത്തിന്റെ 5 വൻകരകളിൽ 117 രാഷ്ട്രങ്ങളിൽ ചിതറിയ യഹൂദ മടങ്ങി വരുമെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ 2ാം ലോകമഹായുദ്ധത്തിൽ ലോകമേ, 1ാം ലോകമഹായുദ്ധത്തിൽ യഹൂദൻ എന്ത് കിട്ടി? ഒരത്തിച്ചെടി കിട്ടി. 2ാം ലോകമഹായുദ്ധത്തിൽ അവന് രാജ്യം കിട്ടി. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. മൂളിയ സ്ഥലം. മക്കളെ, അടുത്തതെന്താ? മൂങ്ങ മൂളിയത് മാത്രമല്ല, കുറുക്കൻ ഓലിയിട്ട സ്ഥലം, അറബി ഒട്ടകത്തിൽ കയറിയ സ്ഥലം. ഇരുട്ടായിരുന്ന ഇസ്രയേലിൽ ദൈവം അനുഗ്രഹം കൊടുത്തു. പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് ദൈവജനം മടങ്ങി വന്നപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചോ? എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ബൈബിളിന്റെ പ്രവചനമുണ്ടോ? ഇസ്രയേലിനെ ദൈവം അനുഗ്രഹിക്കുക. ജോസഫൂട്ടി വായിര് യെഹെസ്കേൽ പ്രവചനം 36:8. ഇസ്രയേൽ അനുഗ്രഹിക്കപ്പെടുമോ? വായിക്കാം. നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ എന്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട്. യെഹെസ്കേലിനോട് യേശു പറയുക, അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ. പക്ഷെ യേശു ഉരുവാകുന്നതിന് 600 കൊല്ലം മുമ്പ്, 650 കൊല്ലമാ ഭക്തനായ യെഹെസ്കേൽ എവിടെ? കേബാർ നദീതീരത്ത് അന്ത്യകാല പ്രവചന ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ സ്വർഗം പറയുക, നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ. അടുത്ത വാക്ക്, എന്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട്. എന്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ. ഇസ്രായേൽ ജനം മടങ്ങി വരുമ്പോൾ കൊമ്പുകളെ നീട്ടി ഫലം കായ്ക്കാൻ എന്റെ ജനം മടങ്ങി വരുമ്പോൾ. എന്തുകൊണ്ട് സജു ചാത്തൻ്റെ ഒരു ഇത് പറയുന്നു? ഇന്ന് ഏറ്റവും നല്ല ഫലവൃക്ഷങ്ങൾ ഇസ്രായേലിൽ, കേരളത്തിലെ ഒരു പശുവിന് 20 ലിറ്റർ പാല് കിട്ടുമെങ്കിൽ ഇസ്രായേലിലെ ഒരു പശുവിന് 40 ലിറ്റർ പാല് കിട്ടും. ഏറ്റവും കൂടുതൽ പാലിൻ്റെ അംശം ഇസ്രായേലിലെ 4 തക്കാളി ഒരു തട്ടിനകത്ത് എടുത്തു വെച്ചാൽ 1 കിലോ ആകും. കേരളത്തിൽ 20 തക്കാളിയും 100 ഗ്രാം പടിയും കൂടെ ത്രാസിനകത്ത് വെച്ചെങ്കിലേ 1 കിലോ തക്കാളി ആകത്തുള്ളൂ. തീർന്നില്ല. കാലേബും യോശുവായും കനാനിൽ കടന്നപ്പോൾ
അവർ മുന്തിരിക്കൊല കൈക്കകത്തല്ല കമ്പിനകത്ത് കെട്ടിക്കൊണ്ടുപോയി. അതാ വാഗ്ദത്ത കനാൻ. ഇസ്രയേലിൽ ഒരു വാഴക്കൊല 200, ഒരു മുന്തിരിക്കൊല കമ്പിനകത്ത് കെട്ടണം. കണ്ടോ ഇസ്രയേൽ പർവ്വതങ്ങള്, എന്റെ ജനം മടങ്ങി വരുന്നത് കൊണ്ട് കൊമ്പുകളെ നീട്ടി ഫലം കായ്പാൻ. ഇസ്രയേലിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും, എത്ര അറ്റാക്ക് വന്നാലും നല്ല ഫലം എവിടെ? അവക്കാട, നല്ല ഓറഞ്ച്, നല്ല ബീറ്റ്റൂട്ട്, നല്ല ക്യാരറ്റ്, ഏത് സാധനവും, അത്തിപ്പഴം, ഇതെല്ലാം ഇസ്രായേലിനെ എക്സ്പോർട്ട് ചെയ്യുന്നു. തീർന്നില്ല, ലോകത്തിലെ ഏറ്റവും നല്ല ഫലങ്ങൾ. എന്താ ഫലം? ഏറ്റവും നല്ല പൂവുകൾ. ഇസ്രായേലിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ പൂവുകൾ മലരാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. മൂങ്ങ ഓലിയിട്ടത്, കുറുക്കൻ നിലവിളിച്ചത്, പാടും ശൂന്യമായി കിടന്ന പ്രദേശം, അറബി ഒട്ടകത്തെ കെട്ടിയ സ്ഥലം അത്തി തളിർക്കും. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. ഏകദേശം 90 ലക്ഷം ജനങ്ങളുള്ള ഇസ്രയേൽ ലോകത്തിന്റെ മധ്യപകുതിയിൽ ഇന്നാരെ കാണുന്നു? അവൻ അനുഗ്രഹിക്കപ്പെട്ടു തുടങ്ങി. യേശു എപ്പോൾ മടങ്ങി വരും? അത്തി തളിർത്ത് കൊമ്പിളതാകുമ്പോൾ. വൈക്കം ജോസഫ് കുട്ടി, അടുത്ത വാക്യം, അവരുടെ ഫലം എവിടെ? ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെടുമെന്ന പ്രവചനം. കേരളം അനുഗ്രഹിക്കപ്പെടുമെന്ന് ബൈബിളിൽ ഒരു പ്രവചനമുണ്ടോ? ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇവിടെ അനുഗ്രഹം ഇവിടുന്ന് ഇവിടില്ല. ഇവിടെ ഇപ്പം ജിഹാദും മയക്കുമരുന്ന് കച്ചവടവും, വേറെ ഒന്നും കേരളത്തിലില്ല. കേരളം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഈ ബൈബിളിനകത്തൊരു പ്രവചനം ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രായേലിലെ കൊല പോലെ 20 കിലോയ്ക്ക് പകരം 40 കിലോ കൊല കിട്ടിയെന്ന്. സ്വോത്രം. ഇവിടെ മുന്തിരിയും കായ്ച്ചേന്, അത്തിയും കായ്ച്ചേന്. ഇതാ യഗസ്കേൽ. എന്റെ ജനം മടങ്ങി വരുന്നത് കൊണ്ട് കൊമ്പുകൾ നീട്ടി ഫലം കായ്പീൻ. അത്തിച്ചെടി കുഴിച്ചു വെച്ചു, അതിന്റെ കൊമ്പിളതാകാൻ കാലമായി. എന്റെ പ്രിയ മക്കളെ, യേശു എപ്പോൾ മടങ്ങി വരും? അത്തിയാകുന്ന ഇസ്രയേൽ തളിർക്കുമ്പോൾ. എത്ര ക്ലിയറായി ദൈവവചനം വായിച്ചോണം. അടുത്തത് അവന്റെ കടലിന്റെ സമ്പത്ത്. അതുകൂടെ ദൈവജനം മനസ്സിലാക്കട്ടെ. ഇംഗ്ലീഷുകാർ കയറി കോളനി വാഴ്ച നടത്തി. നെബൂഖദ്നേസർ ബാക്കി സാമ്രാജ്യങ്ങൾ അവിടെ എല്ലാം നോക്കി, കടലിൽ നിന്നൊന്നും കിട്ടിയില്ല. പക്ഷെ അവന്റെ കടലിന്റെ സമ്പത്ത്. അബ്രഹാമിന്റെ കൂടെ നടന്ന ഒരുത്തനുണ്ടായിരുന്നു, ലോത്ത്, സഹോദരപുത്രൻ. ന്യായവിധി എവിടെ ഇറങ്ങി? സോദോമിൽ ഇറങ്ങി. ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും അടിച്ചു. അതെവിടേക്ക് പോയി? ചാവുകടലിൽ. ചാവുകടലിൽ എന്തോണ്ട്? പ്ലൂട്ടോണിയം, തോറിയം, മഗ്നീഷ്യം, ലിഥിയം, ഇതെല്ലാം ചാവുകടലിലുണ്ട്. ഇതിനെ വെച്ചാ റഷ്യ ആക്രമിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷുകാർ കോളനി വാഴ്ച നടത്തിയിട്ടും ഇത് കിട്ടിയില്ല. പക്ഷെ യഹൂദൻ മടങ്ങി വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഗുപ്തമായത് ചാവുകടലിനകത്ത് ദൈവം അവന് വേണ്ടി ഒരുക്കി വെച്ചു. ബൈബിളിനകത്തുണ്ടോ? അത്തി തളിർക്കും കൊമ്പിള്ളതാകും വേനലെടുക്ക്. യെശയ്യാ പ്രവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, യഹൂദൻ മടങ്ങി വരുന്നതിന് 2700 കൊല്ലം മുമ്പ് ആറ്റമിക് വെപ്പൺ ഉണ്ടാക്കാനുള്ള സകല കാര്യങ്ങൾ ഇസ്രയേലിന്റെ കയ്യിലുണ്ട്. വായിക്കാം യെശയ്യാ പ്രവചനം അതിന്റെ 60-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 5-ാമത്തെ വാക്യം. അപ്പോൾ നീ കണ്ടു ശോഭിക്കും, നിന്റെ കണ്ണ് ശോഭിക്കും. അടുത്തത്, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും. അയ്യോ, യഹൂദന്റെ ഹൃദയ സന്തോഷവും ഉന്മാദവും കൊണ്ട് ആഗ്രഹിക്കും. അടുത്തത്, സമുദ്രത്തിന്റെ ധനം, സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും. മതി, ഒരിക്കൽ കൂടി എന്ന് വായിച്ചാട്ടെ. സമുദ്രത്തിന്റെ ധനം ഒന്നുകൂടെ. അടുക്കൽ ചേരും, നിന്റെ അടുക്കൽ വരും. യഹൂദൻ മടങ്ങി വരുമ്പോൾ അവന്റെ അടുക്കൽ സമുദ്രത്തിന്റെ ധനമെത്ത്. 2 റഫറൻസ് കർത്താവിന്റെ ദാസനെ കൊണ്ട് വായിച്ചു. ഒന്ന്, ഭൗതികമായി സ്വർഗത്തിലെ ദൈവം യഹൂദനെ അനുഗ്രഹിക്കും. അവന്റെ മെഡിസിൻ അവൻ്റെ കയ്യിൽ, കോവിഡ് വാക്സിൻ അവന്റെ കയ്യിൽ, ആണവ റിയാക്ടർ അവന്റെ കയ്യിൽ, ഫലഭൂഷ്ടമായ പ്രദേശം അവന്റെ കയ്യിൽ, അവന്റെ കയ്യിൽ, തക്കാളി അവന്റെ കയ്യിൽ,
ബീൻസ് അവൻ്റെ കയ്യിൽ, അവക്കാട് അവൻ്റെ കയ്യിൽ, അത്തിപ്പഴം അവൻ്റെ കയ്യിൽ. ആണവ റിയാക്ടറിനകത്ത് പമ്പ് ചെയ്യാൻ പറ്റിയത് മുഴുവൻ ചാവുകടലിനകത്ത് തോറിയം, ലിഥിയം, മഗ്നീഷ്യം, പ്ലൂട്ടോണിയം ഇതെല്ലാം അവൻ്റെ കൈക്കകത്തെത്തും ചാവുകടലിനകത്ത്. യഹസ്കേലേ, നിനക്കിതാര് വെളിപ്പെടുത്തി? ഇസ്രായേൽ മടങ്ങി വരുമ്പോൾ ഫലം കായ്ക്കാൻ കൊമ്പുകളെയോ. യെശയ്യാവേ, നിനക്കാരിത് വെളിപ്പെടുത്തി? ഇസ്രായേൽ മടങ്ങി വരുമ്പോൾ സമുദ്രത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന നിധികൾ അവന് ലഭിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങിപ്പോകും, എന്നാൽ അവന്റെ ദയ എന്നെ വിട്ടുപോകയില്ല. അത്തി തളിർത്തു കൊമ്പിളതായി. 1967 അറബ് ഇസ്രായേൽ വാറിനകത്ത് എല്ലാ അറബ് രാജ്യങ്ങളെ തകർക്കുമ്പോൾ അവർ നിലവിളിച്ചു, യുദ്ധം വേണ്ട, യുദ്ധം വേണ്ട. ചാവുകടലിലെ ആറ്റം വെപ്പൺസ് പൊട്ടിച്ചെങ്കിൽ ബൈബിൾ പ്രവചനം നിവർത്തിയായി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. എന്തുകൊണ്ട് സജു ചാത്തന്നൂർ നെഞ്ചു കീറി ഇത് പറയുന്നു? യേശു എപ്പോൾ വരും? ഇസ്രയേലിന്റെ മിസൈൽ കണ്ടോ, ലോകത്തെ മുൾമുനയിൽ നിർത്തി. അത്തി തളിർത്തു, കൊമ്പിളതായി, വേനൽ അടുത്തു. എപ്പോൾ യേശു വരും? സജു ചാത്തന്നൂർ പറഞ്ഞതല്ല, എൻ്റെ യേശു പറഞ്ഞു. ഏഴാമത്തെ പ്രവചനം മത്തായി 24, 32, 33 വാക്യങ്ങൾ വായിച്ചട്ടെ. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 32-33. എൻ്റെ യേശു എപ്പോൾ വരും? വായിക്കാം മക്കളെ. മത്തായി 24, 32, 31 ഒന്ന് വായിച്ചാട്ടെ. എഴുതിയില്ലെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. എൻ്റെ യേശു എപ്പോൾ വരും? മത്തായി 24, 32, 33 വാക്യങ്ങൾ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിന്റെ കൊമ്പ് ഇളതായി, അതിന്റെ കൊമ്പ് ഇളതായി, ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവിടുന്ന് അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കും. എതിർ ക്രിസ്തു അടുക്കൽ കോവിഡിന്റെ മറവിൽ തീർന്നില്ല. അപ്പോൾ അത്തി തളിർക്കണം. അമേരിക്കയിലെ മൻഹാട്ടൻ മുതൽ കന്യാകുമാരി കടൽ തീരം വരെ വീഴുവാൻ ഇസ്രയേലിന്റെ കയ്യിൽ മിസൈൽ റെഡി. ഇന്ന് പകൽ രാത്രിയിൽ എവിടെ പ്രഭാഷണം കേട്ടാലും യേശു പറഞ്ഞു അത്തി തളിർത്തു. ട്രംപ് പട്ടണം വിടുന്നതിന് മുമ്പ് ആര് കരാറിൽ ഒപ്പിട്ടു? ദുബായുമായിട്ട് കരാറിൽ ഒപ്പിട്ടു, ബഹറിലുമായിട്ട് കരാർ ഒപ്പിട്ടു, മസ്കറ്റുമായി ഒപ്പിടാൻ പോകുന്നു. സൗദിയുടെ മൗനസമ്മതം. ഇന്ന് ലവ് ആർമി ക്രൂസൈഡിനകത്ത് സജു ചാത്തന്നൂർ ഇത് പ്രസംഗിക്കുമ്പോൾ ലോക മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു, ലോക ചരിത്രത്തിൽ ന്യൂയോർക്ക് കഴിഞ്ഞാൽ ഏറ്റവും സിറ്റിയായ ദുബായ്ക്കകത്ത് ദുബായ് എക്സ്പോ നടക്കുമ്പോൾ ഇസ്രയേലിന്റെ പവലിയൻ ഇന്ന് അതിനകത്ത് വന്നെങ്കിൽ മകനെ മകളെ പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. എന്റെ യേശു പറഞ്ഞ ഒലിവുമല പ്രഭാഷണം നിവർത്തിയായി. അത്തി തളിർത്തു, കൊമ്പിളതായി. ദുബായ് എക്സ്പോയ്ക്കകത്ത് ഇസ്രായേലിന്റെ പവലിയൻ ഇപ്പോൾ ഓടുന്നത് കാണുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അബ്രഹാമിന്റെ കവനന്റ് ശരിയായി. ഇസ്രായേൽ തളിർത്തു, കൊമ്പിളതായി, വേനൽ അടുത്തു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. 7 സംഭവം ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ നിരത്തി. ഇന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ യേശു വരാൻ കാലമായി? പ്രവചനങ്ങൾ മുഴുവൻ 95% പ്രവചനങ്ങളും യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നിവർത്തിച്ചെങ്കിൽ മകന് മകള് കാഹളം ഏത് സമയത്തും ധ്വനിക്കും. നീ ഒരുങ്ങിയിട്ടുണ്ടോ? 8ാമത്തെ സംഭവം, യഹൂദന്റെ നിലവിളിക്ക് വേണ്ടി ഒലിവുമലയുടെ അടിവാരം ഒരുങ്ങിക്കഴിഞ്ഞു. 8ാമത്തെ സംഭവം, എപ്പോൾ യേശു മടങ്ങി വരും? ഇസ്രയേലിൽ യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം, സെർമൺ ഓഫ് ദ മൗണ്ട് അഥവാ കാൽവറി മലയോടുള്ള ബന്ധത്തിൽ തൊട്ടടുത്ത് കാണുന്ന മറ്റൊരു മലയാ ഒലിവുമല. ഒലിവുമലയിൽ തൻ്റെ ശിഷ്യന്മാരെ അനുഗ്രഹിക്കുമ്പോൾ ഒരു വേഗം താഴേക്ക് വന്നു. ആ താഴേക്ക് വന്നപ്പോൾ നിങ്ങൾക്കേവർക്കും മനസ്സിലാക്കണം എന്താ? യെസ്, ആ മേഘത്തട്ടുകളിൽ യേശു എടുക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ
സഭയെടുക്കപ്പെട്ട് എതിർ ക്രിസ്തുവിന്റെ പീഡാകാലം വരുമ്പോൾ, യഹൂദന്റെ നിലവിളി ഉയരുമ്പോൾ, അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി പിളരുമെങ്കിൽ ഒരു പ്രവചനവും കൂടെ 2009 നിവർത്തിയായി. യേശു വരാൻ കാലമായി. 2009 ആ പ്രവചനവും നിവർത്തി. വായിക്കാൻ ദൈവത്തിന്റെ ദാസനെ, സക്രിയ പ്രവചനം 14:4 വാക്യം. യേശു എപ്പോൾ മടങ്ങി വരും? വായിക്കാം. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി നടുവേ പിളർന്നു പോകും. മതി. യേശു എപ്പോൾ മടങ്ങി വരും? ഒലിവുമലയുടെ പിളർപ്പ്. സ്തോത്രം. 1900 വർഷത്തിനിടയ്ക്ക് ഇസ്രായേലിൽ ഒരു ഭൂകമ്പമുണ്ടായെന്ന് പറയുന്നു. അതിൻ്റെ അടിഭാഗം പിളർന്നിരിക്കുകയാണ്. ഒലിവുമലയുടെ പ്രത്യേകത 2009 91 ആദ്യ കാലഘട്ടത്തും ലോകത്തിലെ 2 വൻകിട കമ്പനികൾ ഒലിവുമലയിൽ വന്നു. അവരെന്തോ പണിയുവാൻ തുടങ്ങി. ചിലർ പറയുന്നു ഹോട്ടൽ, ചിലർ പറയുന്നു ഹെറിറ്റേജ് വില്ലേജ്. അത് പണിയുവാൻ തുടങ്ങിയപ്പോൾ ഒരു സംഭവം നടന്നു. ഒലിവുമലയ്ക്ക് അടിവാരത്ത് മൂളൽ. സ്തോത്രം. നമ്മൾ ഈ ഹൃദയത്തിന് എക്കോ എടുക്കുന്നത് പോലെ എക്കോ സിസ്റ്റം റേഡിയേഷൻ വഴി ഭൂമിയുടെ അടി ചെക്ക് ചെയ്തപ്പോൾ ഒലിവുമലയുടെ അടിയിൽ ചിതൽ പൊറ്റും. അതുപോലെ തന്നെ അറകളും മൂളലും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നതിൽ 26:19-20 എന്താ? എന്റെ ജനമേ ക്രോധം കടന്നു പോകുവോളം അല്പനേരം അറകളിൽ വന്ന് രാപ്പാർക്കുവിൻ. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, യേശു എപ്പോൾ വരും? ഒലിവുമലയുടെ അടിവാരത്ത് മൂളൽ ആരംഭിച്ചു. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ഹല്ലേലൂയയുടെ മൂളലുമില്ല, ഒരു സ്തോത്രത്തിൻ്റെ മൂളലുമില്ല, അഭിഷേകത്തിൻ്റെ മൂളലുമില്ല. പക്ഷേ ഒലിവുമലയിൽ യേശു കാൽ ചവിട്ടുന്നതിന് മുമ്പായി ഒലിവുമല ഒരുങ്ങി പ്രാണപ്രിയനെ എതിരേൽക്കുവാൻ. അതിപ്പോൾ തന്നെ പിളർന്നിരിക്കുന്നു. എക്കോ സിസ്റ്റം റേഡിയേഷൻ നോക്കുമ്പോൾ അത് 2ആയി പിളർന്നു മാറും. യേശുവിൻ്റെ വരവിന് വേണ്ടി ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് പകൽ നീയും ഞാനും ഒരുങ്ങിയിട്ടുണ്ടോ? 8 സംഭവങ്ങൾ. യേശു എപ്പോൾ വരും? 9ാമത്തെ സംഭവം, ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകും. എപ്പോൾ? സഭ എടുക്കപ്പെട്ടാൽ ഈ സൂര്യനെയും ചന്ദ്രനെയും ഒന്നിനെയും കാണാതെ ഇരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ആകാശത്തിന്റെ ശക്തികൾ അവന്റെ വരവിങ്കൽ ഇളകുന്നൊരു കാലം ബൈബിളിനകത്തുണ്ടോ? ആകാശത്തിന്റെ ശക്തികൾ ഇളകുന്നൊരു കാലം. വായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തില് നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. സൂര്യൻ മാറും, ഭൂമി മാറും, നക്ഷത്രങ്ങൾ താഴെ വീഴും. യേശു എപ്പോൾ വരും? സോളാറിനകത്ത് നിങ്ങൾക്കറിയാം, സൂര്യനും ഭൂമിയും 9,35,00,000 കിലോമീറ്റർ ദൂരം. തുടർച്ചയായി 14 വർഷം യാത്ര ചെയ്യണമെന്ന സൂര്യനിൽ എത്തണമെങ്കിൽ മണിക്കൂറിൽ 1,00,000 മിനിറ്റിൽ 1,25,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കത്തിപ്പടിക്കുന്നു. തീർന്നില്ല, അതിൻ്റെ സെക്കൻഡിൽ 20 ടൺ ഹൈഡ്രജൻ കത്തുന്ന സൂര്യനകത്ത് കളങ്കം വരുമ്പോൾ സഭ എടുക്കപ്പെട്ടാൽ സൂര്യൻ ഇരുളാകും. അങ്ങനെയെങ്കിൽ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി വെളിപ്പെടും. കണ്ടോ? എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു? യേശു ക്രിസ്തുവിന്റെ വരവപ്പോൾ
എത്ര പേർ സ്തോത്രം കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും? ആകാശം കൊടുമുഴക്കത്തോടെ. പണ്ട് പലരും ഈ സൂര്യനെ പറ്റി പറയുന്നത് സൂര്യൻ ഏതാണ്ട് ദേവന, ചന്ദ്രൻ ഏതാണ്ട് ദേവന, പിന്നെ സമുദ്രം ഏതാണ്ട് ദേവിയ. അതെല്ലാം തെറ്റാ. ഇപ്പൊ ശാസ്ത്രം വളർന്നപ്പോൾ പിടികിട്ടി സൂര്യൻ കത്തി ജ്വലിക്കുന്ന ഒരു ഗോളമാണ്. സൂര്യന്റെ ഉപഗ്രഹമാ ചന്ദ്രൻ. നാം പാർക്കുന്ന ഭൂമി മറ്റൊരു ഗ്രഹമാ. അങ്ങനെയെങ്കിൽ ഇതെല്ലാം അന്ത്യത്തിങ്കൽ കണ്ടോ. ആകാശം കരിമ്പടം പോലെ കറുക്കും പുസ്തക ചുരുൾ. തീർന്നില്ല. ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാടും, കാവൽവാടം പോലെ ആടും. തീർന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും. ഇന്ന് ഈ വചനം കേട്ടിട്ട് പറയണം, സൂര്യൻ ഇരുളാകുന്നതിന് മുമ്പ് നീതി സൂര്യൻ രോഗോപശാന്തിയോട് വെളിപ്പെടും. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിപ്പാനുള്ളത്. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത്. മക്കളെ, യേശു എപ്പോൾ വരും? പിതാവ് അനുവദിക്കുമ്പോൾ. 2, വീടിന്റെ പണി പൂർത്തിയാകുമ്പോൾ. 3, ജാതികളുടെ പൂർണ്ണസംഖ്യ. 4, വിശുദ്ധ പ്രവാചകന്മാരുടെ പ്രവചനം നിവർത്തിയാകുമ്പോൾ. 5, ഇസ്രയേൽ ഭാരമുള്ളൊരു കല്ലാകുമ്പോൾ. 6, അത്തിയാകുന്ന ഇസ്രയേൽ തളിർക്കുമ്പോൾ. 7, ഒലിവുമല ഒരുങ്ങുമ്പോൾ. 8, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും യുദ്ധം, ക്ഷാമം, ഭൂകമ്പം കാണുമ്പോൾ. 9, എൻ്റെ യേശു എപ്പോൾ മടങ്ങി വരും? ആകാശം കരിമ്പടം പോലെ കറുക്കും, ചന്ദ്രൻ രക്തതുല്യമാകും, ഭൂമി പടുപടം പൊട്ടുമ്പോൾ ഇതിന്റെ നടുവിൽ ഗംഭീരനാദവുമായി എൻ്റെ യേശു മധ്യാകാശത്തിൽ വരും. ഗുരു, നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും ലോകം നിന്നെ പകയ്ക്കും. യേശു മടങ്ങി വരും. എൻ്റെ ആടുകളെ എനിക്കറിയാം. ആടുകളെ അവൻ പേർ ചൊല്ലി വിളിക്കും. അങ്ങനെയെങ്കിൽ ആടുകളുടെ വലിയ ഇടയൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ വരാറായി. 95% പ്രവചനങ്ങൾ നിവർത്തിയായി. ആദ്യമായി വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ബൈബിൾ, ചരിത്രം, അല്പ സയൻസും കൂടി യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ ആസ്പദമാക്കി പ്രവചന സൂക്തങ്ങളിൽ കൂടി ഈ സന്ദേശം കേൾക്കുമ്പോൾ മാർക്ക്, ബീസ്റ്റ്, മുദ്രയും സേണും ഇതൊക്കെ അവിടെ കിടക്കട്ടെ മക്കളെ. അതിനും വിട്ട് രക്ഷയുടെ പെട്ടകത്തിനകത്ത് നീ കടന്നിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ വരവിൽ ആർ നിൽക്കും? യെശയ്യാവ് ചോദിക്കുന്നു, അവന്റെ പ്രത്യക്ഷതയിൽ ആർ കാണും? യേശുവിന്റെ വരവിൽ പോകുവാൻ 6 യോഗ്യത നമുക്ക് ആവശ്യമാ. 7 യോഗ്യത നമുക്ക് ആവശ്യമാ. ആ യോഗ്യത പറയുമ്പോൾ സ്തോത്രം, സന്ദേശം അവസാനിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇസ്രായേലിനെ മാത്രം നോക്കിയാൽ യേശു വരുമെന്ന്. ഈ ലോകമഹായുദ്ധം കൊണ്ട് ലോകത്തിന് 10 പൈസ കിട്ടിയില്ല. 2ാം ലോകമഹായുദ്ധം കൊണ്ട് ജെറുസലേം സ്വതന്ത്രമായെങ്കിൽ പ്രിയ മക്കളെ, ഈ തലമുറയിൽ റഷ്യ ഇസ്രായേൽ വാർ വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ യേശുവിന്റെ പ്രത്യക്ഷതയിൽ, ഇത് പറഞ്ഞില്ലേ പ്രഭാഷണം പ്രസംഗിച്ചുകൊണ്ട് വലിയ കാര്യമുണ്ടോ? ആരെടുക്കപ്പെടും? യേശുവിന്റെ പ്രത്യക്ഷതയിൽ 6 വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. യേശു ക്രിസ്തുവിന്റെ മഹത് പ്രത്യക്ഷതയിൽ ആരെടുക്കപ്പെടും? വെളിപ്പാട് 22-ന്റെ 14-ാമത്തെ വാക്യം 6. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന്, ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും, ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന്, തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാൻ. എവിടെ വസ്ത്രം? കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം
അങ്കിയാൽ. കണ്ടോ വസ്ത്രം എത്ര? ഞാൻ കള്ളനെ പോലെ വരും, നിന്റെ ഉടുപ്പ് മലിനമാകാതിരിക്കാൻ. വെളിപ്പാട് രേഖപ്പെടുത്തുന്നു, വായിക്കുന്നില്ല. വസ്ത്രം കുഞ്ഞാടിന്റെ നിണത്താൽ അലക്കി വെളുപ്പിച്ചവർ. ഒന്ന്, യേശുവിന്റെ വരവിൽ പോകണമോ, നീതിയുടെ അങ്കി നാം ധരിച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം, നീതിയുടെ അങ്കിയല്ല കൂടാതെ രക്ഷയുടെ വസ്ത്രം സ്തുതി എന്ന മേലാട. യേശുവിന്റെ വരവിൽ പോകണമെങ്കിൽ ഒന്ന്, നീതിയുടെ അങ്കി; രണ്ട്, രക്ഷയുടെ വസ്ത്രം; മൂന്ന്, സ്തുതി എന്ന മേലാണ്. പണ്ടത്തെ പല കൺവെൻഷനുകളിലും ഇതേ ലവ് ആർമിയുടെ കൺവെൻഷനകത്ത്, ഉപവാസത്തിനകത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടി ദൈവസന്നിധിയിൽ പാടുമായിരുന്നു, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ നിനക്കായി ഒരുക്കിയ നീതിയുടെ അങ്കി. എന്താ നീതിയുടെ അങ്കി? ഒന്നാമത്തെ ആദം ഏദനിൽ, സ്തോത്രം, പാപം ചെയ്ത് രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കത്തെ ആദം നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ നമ്മുടെ പാപം ശുദ്ധീകരിച്ചു. തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ അവൻ വരാറായി. വിശുദ്ധ വെളിപ്പാട് 19:11 വീണ കുഞ്ഞാടിന്റെ കല്യാണം, 20:21 പുത്തൻ യെരൂശലേം, 22 ഗോപുരത്തിൽ കൂടി കടന്ന് ജീവജല നദി, ജീവമരം, അതിലേക്ക് കടക്കുന്നവൻ നീതിയുടെ അങ്കിയും രക്ഷയുടെ വസ്ത്രവും, തീർന്നില്ല, സ്തുതി എന്ന മേലാടയും. സ്തോത്രം. അതുകൊണ്ട് കർത്താവേ, അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരടുത്ത 5 വർഷമോ 4 വർഷമോ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നെ രക്ഷയുടെ സന്ദേശം കേൾപ്പിച്ചെങ്കിൽ എൻ്റെ ഉടുപ്പ് മലിനമാ. ആദമിന് സ്വർഗം വിളിക്കുന്നു, പാപം ചെയ്ത ആദമേ നീ എവിടെ? ഈ അന്ത്യകാല പ്രഭാഷണത്തിൽ ലോകത്തിൻ്റെ ഏത് പട്ടണത്തിലും ഇരിക്കുന്ന കുഞ്ഞെ, ഇന്ന് രാത്രി സ്വർഗം ചോദിച്ച പോലൊരു ചോദ്യം നിന്നോട് ചോദിക്കുന്നു. അങ്കി നഷ്ടപ്പെട്ടെങ്കിൽ മടങ്ങി വാ. നമുക്ക് വേണ്ടി ഒരങ്കി തന്ന നല്ല ഇടയൻ കാൽവറിയിൽ സ്വന്തം ചങ്കില ചോര നമുക്ക് വേണ്ടി കൊടുത്തെങ്കിൽ എവിടെ ഇരുന്നെങ്കിലും പറ, ആ രക്തത്താൽ ഇന്നെന്നെ കഴുകണമേ. ആർക്ക് പറയും? ഞാനൊരു പാപിയായ മനുഷ്യനാ. ഇന്ന് പറയുവാൻ സാധ്യമുണ്ടോ? സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പറയണം, സ്തോത്രം, എനിക്ക് അങ്കി ഒന്ന് ലഭിക്കണം. തീർന്നില്ല. നോഹ നല്ല സുവിശേഷകനായിരുന്നു, പക്ഷേ മദ്യവും വീഞ്ഞും, മദ്യം പരിഹാസിയും വീഞ്ഞ് കലഹക്കാരനോ. അപ്പൊ സ്വർഗത്തിലെ ദൈവം എന്തോ ഇത് അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് നോഹയുടെ കാ വെട്ടി അബ്രഹാമി കൊടുത്തു. അബ്രഹാമായി അവനെ അനുഗ്രഹിച്ചു. നോഹായി, അബ്രഹാം വിശ്വാസികളുടെ പിതാവായി. മക്കളെ, മദ്യവും വീഞ്ഞും കലഹവും പരിഹാസവും നമ്മുടെ കുടുംബത്തിൽ തരുമ്പോൾ ഇന്ന് രാത്രിയും പകലും അതിനെ വിട്ടിട്ട് പ്രാർത്ഥിച്ച് യേശുവിലേക്ക് മടങ്ങി വാ. ഞാനൊരു പാപിയാ, കർത്താവേ നീതിയുടെ അങ്കി എനിക്ക് തരണമേ, രക്ഷയുടെ വസ്ത്രം എന്നെ ഉടുപ്പിക്കണമേ. തീർന്നില്ല, സ്തുതിയുടെ മേലാണ് എന്നെ ധരിപ്പിക്കണമേ. അങ്ങനെ ആർ പറയുന്നു? ക്രിസ്തുവിന്റെ വരവിലെടുക്കപ്പെടുവാൻ നീ യോഗ്യത. രണ്ടാമത്തെ യോഗ്യത നിർമ്മലത. എന്താ നിർമ്മലത? 1 യോഹന്നാൻ 3:3 വാക്യം എന്താ? 1 യോഹന്നാൻ 3 അധ്യായം അതിന്റെ 3 വാക്യം. കർത്താവിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം, ഈ പ്രത്യാശ, വരവിനെ പറ്റി പ്രത്യാശയുള്ളവർ, വായിച്ചാണ്ട് കുഞ്ഞേ, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ, എന്റെ കർത്താവ് നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അടുത്ത വാക്യം കൂടെ. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. യെസ്,
പാപം അധർമ്മം തന്നെ. യെസ്, പാപത്തെ വിട്ട് സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, ഞങ്ങളുടെ വേദനകൾ അവൻ ചുമന്നു. കുഞ്ഞാടിന്റെ നടുവിൽ, ചെന്നായ്ക്കളുടെ നടുവിൽ ബാശാൻ കുറ്റന്മാർ വളയുമ്പോൾ രോമം കത്രിക്കുന്നവരുടെ ഇടയിൽ ഒരാടിനെ പോലെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്തോത്രം കാൽവറിയിൽ അവൻ പരമയാഗമായെങ്കിൽ വിശുദ്ധ വെളിപ്പാട് പുസ്തകം പറയുന്നു എന്താ? നിർമ്മലത, നിർമ്മലത, നിർമ്മലത. സ്തോത്രം. എന്താ നിർമ്മലത? എന്താ നിർമ്മലത? യേശു തന്നെത്താൻ ക്രൂശിൽ അർപ്പിക്കപ്പെട്ടതുപോലെ ഉറപ്പുള്ള വിശ്വാസം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിർമ്മലത കാത്ത് സൂക്ഷിക്കണം. ഇതാ നിർമ്മലത. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാകട്ടെ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അനന്ത നിത്യതയിൽ പൗലോസ് അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ നിന്നു തല പോയാലും ഉറപ്പുള്ള വിശ്വാസത്തോടെ നിർമ്മലതയോടെ വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം എഴുന്നേൽക്കപ്പെടട്ടെ. നാം രൂപാന്തരപ്പെടാറായും. ഒന്ന് എന്താ? അവന്റെ അങ്കി എന്താ? ഒന്ന് കിട്ടണം, നീതിയുടെ അങ്കി. തീർന്നില്ല. രണ്ട്, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നാമും നിർമ്മലനായിരിക്കും. മൂന്ന്, നടപ്പ് യോഗ്യത. ഒരു വ്യക്തിയുടെ ഫിലിപ്പിയർ 1:27 വാക്യം കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ. ഫിലിപ്പിയ ലേഖനം 1:27 വാക്യം. ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏക ആത്മാവിൽ നിലനിന്ന്, ഏക ആത്മാവിൽ ഐക്യത്തോടെ. അടുത്തത്, എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പീൻ. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്. ഇതൊക്കെ ലേഖനങ്ങളാ. ഇതൊക്കെ ഒരു കൺവെൻഷനിൽ പോലും ഞാൻ പ്രസംഗിക്കാറില്ല. ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായിട്ട് എന്നോട് മണവാട്ടി സഭയുടെ യോഗ്യതകളെ പറ്റി പറഞ്ഞപ്പോൾ 6 മഹത് പ്രത്യക്ഷതയിൽ എടുക്കപ്പെടും. പലരും വിശ്വാസത്യാഗം. ഇന്ന് ഇന്റർനെറ്റിനകത്ത് ഭയങ്കര പ്രസംഗം, വിശ്വാസത്യാഗം സംഭവിക്കും, എതിർ ക്രിസ്തു വരും, അധർമ്മമൂർത്തിയുടെ മുമ്പിൽ നിങ്ങളെ നിർത്തും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പിട്ട് പഥ്യോപദേശം കേൾക്കണം. എന്താ? ക്രിസ്തുവിൽ ഐക്യപ്പെടണം. ഫിലിപ്പിയ ലേഖനത്തിൽ എന്താ ക്രിസ്തുവിൽ ഐക്യത? ശരീരം നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടു. ശരീരമാകുന്ന സഭ. ഒരു സഭായോഗം ഒരിടത്ത് നടക്കുക. അവിടെ 4 ഗ്രൂപ്പായിട്ട് ആൾക്കാരിരിക്കുന്നത്. ഇതിൻ്റെ പേര് ഐക്യത. ഒരു ഗ്രൂപ്പ് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത്, മറ്റൊരെണ്ണം വടക്കോട്ടിരിക്കുന്നത്, ഒരെണ്ണം പടിഞ്ഞാറോട്ടിരിക്കുന്നത്, ഒരെണ്ണം കിഴക്കോട്ടിരിക്കുന്നത്. പാസ്റ്റർ പറയുക, കർത്താവ് ഇത്ര ഐക്യത തന്നതിനായി സ്തോത്രം. കുറേ പേര് തെക്കോട്ടും, കുറേ വടക്കോട്ട്, കുറേ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും എഴുന്നിട്ട് പറയാം ഐക്യത തന്നതിനാ. പിന്നെ ഈ സഭയ കലകമുള്ള സഭയാ. അതുകൊണ്ട് പാസ്റ്റർ ഹെൽമറ്റ് വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത്. എന്നിട്ട് പറയാം ഐക്യത. ആ ഐക്യതയല്ല ഐക്യത. ക്രിസ്തുവിന്റെ സുവിശേഷം നിന്റെ അകത്ത് വരുമ്പോൾ പക, പിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്ക ഇതെല്ലാം വിട്ട് സുവിശേഷത്തിൽ ഐക്യതയും യോഗ്യതയും കെട്ടുറപ്പുമുണ്ടായിരിക്കണം. ഐക്യതയില്ലാത്ത ഒരു സഭയും നിത്യരാജ്യത്തിൽ കടക്കുകയില്ല. ഈ അടുത്ത സമയത്ത് ഒരു സഭയിൽ ഒരു ഉപദേശി പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കത്തിക്കയറി. 500 പേരുള്ള സഭയാ. ഉടനെ സഭയില് അവസാന പ്രസംഗത്തിൽ പുള്ളി പറഞ്ഞു, ഈ സഭയിലെ ഒറ്റയെണ്ണം പാസ്റ്റർ സഹിതം സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. സ്തോത്രം. ഉടനെ കമ്മിറ്റിക്കാർ കൂടി. എന്താ? സഭയിൽ ആരും സ്വർഗത്തിൽ പോകത്തില്ല. ദൈവദാസൻ പോയി. ഇന്ന് വൈകിട്ട് കമ്മിറ്റി ഉണ്ട്. സ്തോത്രം. ഒരു അച്ചായനാ സഭ നിയന്ത്രിക്കുന്നത്. എല്ലാ കമ്മിറ്റിക്കാരും വന്ന് ഉടനെ പാസ്റ്റർ ഒരു തീം തയ്യാറാക്കി. സഭ എങ്ങനെ പോണ ഒരു ദൂത് കേട്ടതല്ലയോ. അച്ചായൻ കമ്മിറ്റിക്കാർക്ക് ചായ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി മേലെ ആ പാസ്റ്റർ ഈ സഭയെ കയറ്റിയേക്കല്ലെന്ന്. സ്തോത്രം. എന്തിനാ കമ്മിറ്റി വിളിച്ചത്? ഈ സഭയൊന്നും ഗുണപ്പെട്ടതില്ലെന്ന്. സ്തോത്രം. അങ്ങനെയെങ്കിൽ സഭ ഐക്യത്തോടെ വചനപ്രകാരം യോഗ്യതയോടെ ക്രിസ്തുവിന്റെ വരവിൽ ആർ നിൽക്കും? ഒന്ന്,
നീതിയുടെ അങ്കി, 2 രക്ഷയുടെ വസ്ത്രം, 3 സ്തുതിയുടെ മേലാണ്, 4 നിർമ്മലത, 5 സുവിശേഷത്തിന്റെ ഐക്യം. യോഗ്യതയോടെ നിൽക്കുമെങ്കിൽ കാൽവറിയിലെ ഗംഭീരനാദം നാം കേൾക്ക്. തീർന്നില്ല. അടുത്തത് പൗലോസ് ലീഗ എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് ലീഗ 1 പത്രോസ് 1:4. നാം വഴിതെറ്റി പോകരുത്. വായിക്കാം, വേഗത്തിൽ അവസാനിപ്പിക്കാം. 1 പത്രോസ് 1:4. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ അവകാശം മതി. അന്ത്യകാലത്തിനകത്ത് പരിശുദ്ധാത്മാവിനാൽ കാക്കപ്പെടണം. ആരാ? മണവാട്ടി പരിശുദ്ധാത്മാവിനാൽ കാക്കപ്പെടണം. ആര് പ്രസംഗിക്കും ഇതാ പരിശുദ്ധാത്മാവ്. യേശു പറഞ്ഞു, ഞാൻ പോയ ശേഷം നിങ്ങൾക്കൊരു കാര്യസ്ഥനെ അയക്കും, അവൻ സകലത്തിലും നിങ്ങളെ വഴി നടത്തും. അതിലെ പരിശുദ്ധാത്മാവ്. ഏലിയാസർ എന്ന വിശ്വസ്ത ദാസൻ ഇസഹാക്കിന് വേണ്ടി മരുഭൂമിയിൽ ആരെയാ? റബേക്ക എന്നൊരു മണവാട്ടിയെ ഒരുക്കി. അതാ അതിൻ്റെ നിഴൽ. അങ്ങനെയെങ്കിൽ സഭയാകുന്ന മണവാട്ടിയെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നാം കാക്കപ്പെടണം. എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നാം കാക്കപ്പെടണം. അവന്റെ പ്രത്യക്ഷതയിൽ നിലനിൽപ്പാൻ. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ നാം കാക്കപ്പെടണം. മരുഭൂമിയിലെ സഭയെ പറ്റി പറയുമ്പോൾ വിശ്വസ്തദാസനെ പരിശുദ്ധാത്മാവിൽ നാം കാക്കപ്പെടണം. അവസാനിപ്പിക്കാം 3 വാക്യങ്ങൾ. അടുത്തത് താഴ്മ. കൊലോസ്യ ലേഖനം 3:12-13 വാക്യങ്ങൾ. കൊലോസ്യർ 3:12-13 വാക്യങ്ങൾ. എന്താ വേണ്ടിയത്? അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും മതി. അപ്പൊ എന്തോ ഉണ്ടാവണം? യോഗ്യത എന്തോ? താഴ്മ, 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 താഴ്മ. ഇന്ന് ദൈവസഭയിലുണ്ടോ? ദൈവസഭ മടങ്ങി വരട്ടെ. ഒരു പള്ളിയിലെ ഒരച്ഛൻ ഭയങ്കര സന്ദേശം കൊടുക്കുക, ദുഃഖ വെള്ളിയാഴ്ച. ഈ സന്ദേശം, ശക്തമായ സന്ദേശം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, എല്ലാവരും താഴ്മയുടെ അനുഭവത്തിലേക്ക് വരട്ടെ. സമർപ്പണ പ്രാർത്ഥന. നമുക്ക് താഴാം. നമ്മുടെ തോമസ് ഊട്ടിച്ച അത് കേട്ടിട്ട് കസേരയിൽ നിന്ന് ഇറങ്ങി കാർപ്പറ്റായിരുന്നു. വീണ്ടും അച്ഛൻ പറഞ്ഞു, നമുക്ക് താഴാം. പുള്ളി വിചാരിച്ചു ഇനി കാർപ്പറ്റിൽ നിന്ന് കയറ്റുവായി ഇറങ്ങാം, താഴാം. വീണ്ടും അച്ഛൻ പറഞ്ഞു, നമുക്ക് വീണ്ടും താഴാം. ഉടനെ കയറ്റുവായി തറയിരുന്നു. വീണ്ടും അച്ഛൻ പറഞ്ഞു താഴാം. ഉടനെ തോമസ് ഊട്ടിച്ച എഴുന്നേറ്റ് ചോദിച്ചു, ഇനി പാതാളത്തിലേക്ക് താഴണോ? ആ താഴ്ചയല്ല. സ്തോത്രം. ദയ, ദീർഘക്ഷമ, വചനത്തിന്റെ പരിജ്ഞാനം, ഇതനുസരിച്ച് നമ്മെ തന്നെ താഴ്ത്തണം. അടിയനിതാ, അടിയനിതാ. ആരാ താഴ്മ? എനിക്ക് ശമൂവേൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാ. ഏലിയുടെ ഭവനത്തിൽ 2 വഴി പിഴച്ചു പോയപ്പോൾ ആ ശമൂവേൽ പായക്കകത്ത് കിടന്നപ്പോൾ സ്വർഗത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, അടിയനിതാ, അടിയനിതാ. താഴ്മ. മകളെ, മകനെ, താഴ്മയുടെ രൂപത്തിലേക്ക് നാം ഒന്ന് മടങ്ങി വരട്ടെ. നെഞ്ചുകീറിയ അവന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ആർ യോഗ്യരായി മാറും? തീർന്നില്ല. 2 കാര്യങ്ങൾ കൂടി പറയുമ്പോൾ സന്ദേശം അവസാനിപ്പിക്കും. കർത്താവിന്റെ വരവിൽ പോകണമോ? യോഗ്യതയേര് 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ തിരുവെടുത്ത്. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ തിരുവെടുത്ത്. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളുവീൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ കണ്ടോ, പഴയതിനെ വെടിഞ്ഞിട്ട്
നിങ്ങളെ വിളിച്ച വിശുദ്ധനത്വവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. കണ്ടോ, കൃപയാണേ. ഞാൻ നിന്നത് ദൈവത്തിന്റെ കൃപയാ. എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. എൻ്റെ മിനിസ്ട്രി ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ പോകുന്നത് കൃപയാ. കോവിഡ് കാലത്ത് ഞാൻ ആയിരിക്കുന്നത് കൃപയാ. അതിൻ്റെ മലയാളമാ വചനത്തിൽ പ്രത്യാശ വെക്കുക. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണോ? വചനത്തിൽ പ്രത്യാശ വെക്കുക. അതാ പത്രോസ് ലീഗ. അന്ത്യകാലത്തിൽ നിങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള ദൈവശക്തിയിൽ നിങ്ങൾ കാക്കപ്പെടണം. ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന മക്കൾ എന്ത് ചെയ്യണം? വീണ്ടും കൃപ കൃപ കൃപ, മുന്നുറപ്പിച്ച പ്രത്യാശ. അർദ്ധവാ, അജ്ഞാനികളായി നിൽക്കാനല്ല, പഴയതിനെ മറന്നിട്ട് പ്രത്യാശയിലേക്ക് കടന്നു വരണം. ഒറ്റ പാർട്ടൂടെ 7ാമത്തെ ഭാഗ്യം കൂടെ വായിച്ച് നിർത്താം. യേശുവിൻ്റെ വരവിൽ ആരെടുക്കപ്പെടും? റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. റോമർ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. പൗലോസ് ലീഗ പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ നാം ഉയർക്കും. യേശുവിന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് അടുത്തത് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. നമ്മുടെ മർത്യശരീരങ്ങളെയും അവൻ ജീവിപ്പിക്കും. ദ്രവത്വം അദ്രവത്തെ അവകാശമില്ല. ബലഹീനതയിൽ വിതയ്ക്ക്, ശക്തിയിൽ ഉയർക്ക്. പ്രാകൃത ശരീരം മാറ്, തേജസ്സുള്ള ശരീരമായി മാറ്. ഓ ഹല്ലേലൂയ. നാം എല്ലാം നിദ്ര കൊള്ളുകയില്ല. ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കയില്ല. ബലഹീനതയിൽ വിതയ്ക്കും, ശക്തിയിൽ ഉയർക്കും. അപമാനത്തിൽ വിതയ്ക്കും, തേജസ്സിൽ ഉയർക്കും. പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി രൂപാന്തരപ്പെടും. ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, ആരെയും ദുഃഖിപ്പിക്കാനല്ല. സജു ചാത്തന്നൂർ ഇത് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കാത്ത ഒരെണ്ണവും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടത്തില്ല. അതുകൊണ്ട് എഫേസ്യർ 4:30, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ആമോസും യെശയ്യാവ് ചോദിക്കുന്നു, അവന്റെ പ്രത്യക്ഷതയിൽ ആർ നിലനിൽക്കും? 7 കാര്യങ്ങൾ, 7 വാക്യങ്ങൾ, 10 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കല്ലറയിലേക്ക് പോയ സഹോദരിമാർ, റോമിന്റെ ഇമ്പീരിയൽ മുദ്രയും 200 പടയാളികളും പള്ളി പോലീസും നിൽക്കുമ്പോൾ സഹോദരിമാർ ഓടിച്ചെല്ലുമ്പോൾ ഭാരമുള്ള കല്ല് അവിടെ നിന്ന് മാറ്റി. ഈ പ്രഭാഷണം കേൾക്കുന്ന ദൈവമക്കളെ, മരിച്ചവരെ ആദ്യഫലക്കറ്റയായി യേശുവിനെ ഉയർപ്പിച്ചെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിൽ വസിക്കുമ്പോൾ നിങ്ങളുടെ താഴ്മയുള്ള ശരീരത്തെ തേജസ്സുള്ള ശരീരത്തോട് ചേർന്ന് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. എത്ര കാര്യം പറഞ്ഞു മക്കളെ. അവന്റെ പ്രത്യക്ഷതയിൽ ആർ നിൽക്കുക. യേശു എപ്പോൾ വരും? കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി, പിതാവ് ഭവനമൊരുക്കുമ്പോൾ യേശു എപ്പോൾ വരും? പിതാവ് അനുവദിക്കുമ്പോൾ. യേശു എപ്പോൾ വരും? പൂർണ്ണസംഖ്യ തികയുമ്പോൾ. യേശു എപ്പോൾ വരും? വിശുദ്ധ പ്രവചനം. യേശു എപ്പോൾ വരും? ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും. യേശു എപ്പോൾ വരും? ഇസ്രായേൽ ഭാരമുള്ള കല്ല്. യേശു എപ്പോൾ വരും? അത്തി തളിർക്കുമ്പോൾ. യേശു എപ്പോൾ വരും? ഒലിവുമല ഒരുങ്ങുമ്പോൾ. യേശു എപ്പോൾ വരും? ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ വീഴുമ്പോൾ, ഭൂമി പൊട്ടുമ്പോൾ. അവന്റെ വരവിൽ പോകുവാൻ നീതിയുടെ അങ്കി, സ്തുതി എന്ന മേലാട, രക്ഷയുടെ വസ്ത്രം, നിർമ്മലത, നടപ്പ്, യോഗ്യത. തീർന്നില്ല. ദൈവശക്തിയിൽ കാക്കപ്പെടണം, ഐക്യത വേണം. മുന്നുറപ്പിച്ച വിശ്വാസത്തിൽ കൃപയാൽ താഴ്ത്തിക്കൊടുക്കണം. അവരിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ മണ്ണിനകത്തുറങ്ങുന്ന വിശുദ്ധന്മാർ കർത്താവിന്റെ കാകളത്തിങ്കൽ എടുക്കപ്പെടും. ദൈവസഭയെ അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാകളനാദം ഇവിടെ കയറി വരിക. മേലാൽ
ധന്യനായ പൗലോസ്ലീഹ, കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാകള്, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽക്കുവാൻ മേഘത്തട്ടുകളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പിൻ. മകനെ, മകളെ, പരിശുദ്ധാത്മാവ് ഹേമിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം 3-ാം ദിവസം കല്ലറയിലേക്ക് പോയി 39 അടികൾ ഏറ്റുവാങ്ങി. ആരെ കണ്ടാലും വിരൂപമാക്കപ്പെട്ട ശരീരം. അരിമത്തക്കാരനായ യോസഫ്, ഹല്ലേലൂയ, രാത്രിയിൽ വന്ന നിക്കോദിമോസ്, എൻ്റെ യേശുവിൻ്റെ ശരീരം കല്ലറയ്ക്കകത്തടക്കി. എന്താ ചെയ്തത്? ഒരു ഹല്ലേലൂയ റോമാ ഗവൺമെന്റിന്റെ 200 റാത്തലുള്ളൊരു കല്ല്, 75 ടൺ ഭാരമുള്ള കല്ല്, 200 പള്ളിപ്രമാണികൾ, ഹല്ലേലൂയ റോമിന്റെ പടയാളികൾ കാത്തു നിൽക്കുമ്പോൾ വിശ്വാസത്താൽ ആരെനിക്ക് വേണ്ടി കല്ല് മാറ്റും. പ്രഭാതത്തിൽ ആ കല്ലറയിലേക്ക് പോയ സഹോദരിമാർ കണ്ടത് എന്താ? അവരുടെ മുൻപിൽ ആ കല്ല് മാറ്റിയിരിക്കുന്നു. ഈ വർഷത്തിന്റെ അവസാനം ഈ പ്രസംഗം കേൾക്കുന്ന ചില ജീവിതങ്ങൾ, മകനെ, മകളെ, ചെറുപ്പക്കാരി, അപ്പച്ചമ്മച്ചി, നിന്റെ വിഷയത്തിനകത്ത് ഭാരമുള്ളൊരു കല്ലായി ഇന്ന് പലതും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രഭാതത്തിൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങുക. നീ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഭാരമുള്ള കല്ല് ഹല്ലേലൂയ മാറ്റുവാൻ കരുത്തുറ്റൊരു ദൂതനുണ്ട്. എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നു? ദ മൈറ്റി പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് പകൽ ദൈവശക്തി ഇറങ്ങി വരട്ടെ, പരിശുദ്ധാത്മാവിന്റെ കൃപ ഇറങ്ങി വരട്ടെ. അവൻ നമുക്ക് മുമ്പായി തന്റെ ദൂതനെ ചിരുമ്പോടമ്പലുകളെ തകർക്കുന്ന, താമ്ര കഥകളെ മാറ്റുന്ന, റോമാ ഗവൺമെന്റിന്റെ ഇംപീരിയൽ മുദ്രയെ മാറ്റിയൊരു കർത്താവ്, കല്ലുകളെ പൊട്ടിച്ച കർത്താവ്, ഭരിച്ചവരിൽ ആദ്യഫല കക്ഷിയായി എന്റെ യേശുവിനെ ഉയർത്തിയെങ്കിൽ നിന്നെ ഉയർത്തുക, നിന്റെ വിഷയത്തെ ഉയർത്തുക, നിന്റെ വിഷയത്തിനകത്ത് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക കരുത്തുറ്റൊരു ദൈവം ഇന്ന് രാത്രി തന്നെ പുത്രനെ അയച്ചെങ്കിൽ വിശ്വസിക്കുക, നീ രക്ഷ പ്രാപിക്കും. എത്ര പേർ ഈ ദൂത് ഏറ്റെടുക്കുന്നു? സാധാരണ ഒരു പാറയാ അവിടെ കിടന്നത്, പക്ഷേ യുഗങ്ങളുടെ പാറ അതിനകത്ത് കിടക്കുക. ആത്മീയ പാറയിൽ നിന്നല്ലോ നാം കുടിച്ചത്, ആത്മീയ പാറയല്ലോ നമ്മെ വഴി നടത്തിയത്. ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നിന്റെ മേൽ പാറ പോലൊരു പ്രശ്നം നിവർത്തി വെച്ചാൽ ആര് മാറ്റാൻ കഴിയത്തില്ലെങ്കിൽ ഉറപ്പിച്ച് പറയണം, ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ നിൽക്കുക. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടു, നാശകരമായി കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ. ഈ അന്ത്യകാലത്തിന്റെ ദൂത് കേട്ട സഹോദര, ഇന്ന് രാത്രി ക്രിസ്തുവാകുന്ന പാറമേൽ. സിസ്റ്റർ, ഇന്ന് രാത്രി ക്രിസ്തുവാകുന്ന പാറമേൽ. ബ്രദർ, ഇന്ന് രാത്രി ആ പാറമേൽ. അപ്പച്ചാമ്മച്ചി, പാറമേൽ. ഹല്ലേലൂയ, ദൈവത്തിന്റെ ദാസനെ, ആ പാറമേൽ നിന്റെ കാൽ ചവിട്ടിയാൽ ഒരന്ധകാര ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നിന്റെ കല്ലുകളെ മാറ്റുവാൻ, മറുപടി തരുവാൻ ദൂതൻ 2021 ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ മറുപടി തരുവാൻ എൻ്റെ നാഥൻ വന്നിട്ടുണ്ട്. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മെസ്സേജ്. പരിശുദ്ധാത്മാവിൻ്റെ കരം ഇന്ന് പകൽ ചലിക്കട്ടെ. രാജ്യങ്ങളിലേക്ക് ഈ സുവിശേഷം ഇറങ്ങുമ്പോൾ ഭാരമുള്ള കല്ലുകൾ മാറട്ടെ. നാളുകളായി പ്രാർത്ഥനാ വിഷയത്തിനകത്ത് കെട്ടിവെച്ചിരിക്കുന്ന പോരുകൾ സ്വർഗം അഴിച്ചു മാറ്റട്ടെ. ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അതിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ സന്ദേശത്തിൽ കൂടി വ്യാപരിക്കട്ടെ. ലോകരാജ്യങ്ങളിൽ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ഒരു ഉണർവ് വ്യാപരിക്കട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾ ഈ യോഗ്യതയുള്ളവരായി നിത്യതയിലെ കവാടത്തിലേക്ക് എടുക്കപ്പെടുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വിശ്വസ്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിക്കാനുള്ളത് എൻ്റെ യേശു വരാൻ കാലമായി. പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തിയാകുന്നു. ഇസ്രയേൽ ഒരുങ്ങിക്കഴിഞ്ഞു. ജാതിയോടും രാജ്യത്തോടുമുള്ള സംഭവങ്ങൾ നിവർത്തിച്ചു കഴിഞ്ഞു. ഞാൻ നിർമ്മലനാണോ കർത്താവേ? എന്നെ തന്നെ സമർപ്പിക്കാൻ ഞാൻ യോഗ്യതയുള്ളവനാണോ കർത്താവേ? പാപമുണ്ട്, കറവാട്ടം, ചുളുക്കൊക്കെ മാറ്റണമേ. പകയും പിടക്കവും ദന്തപക്ഷവും ജാരശങ്കയും മാറ്റണമേ. അപ്പാ, കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളും വിശുദ്ധരായിരിക്കാൻ സ്വർഗം കാക്കണം. ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളെല്ലാം തരുന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാർ, ഈ പ്രക്ഷേപണം കൈകാര്യം ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, മീഡിയ ലോകത്ത് കവർ ചെയ്യുന്ന എല്ലാ സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരട്ടെ. ചില പ്രാർത്ഥനാ മുറിക്കകത്ത് അത്ഭുത വിടുതൽ നടക്കട്ടെ. ചില ഭാരമുള്ള കല്ലുകൾ പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്ത് മാറ്റട്ടെ. ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണത്. എൻ്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഈ വർഷത്തിൻ്റെ അവസാനം ഒരത്ഭുതം ചെയ്തെന്ന് പറയുക. ഈ സന്ദേശം കേൾക്കുമ്പോൾ
തന്നെ അവർ മുട്ടുമടക്കുക. ഭാരങ്ങളെ മാറ്റി യേശു ഞങ്ങൾക്ക് വഴികൾ തുറക്കുമെന്ന് പ്രത്യാശയോടെ യാത്ര ചെയ്യുവാൻ നിന്റെ മക്കളെ ദൈവം ബലപ്പെടുത്തണം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ ബ്ലസ് ചെയ്തു. തുടർന്നും അനുഗ്രഹിക്കണം. കൈവിടപ്പെട്ടു പോകരുത്. ഈ സന്ദേശം കേട്ട എല്ലാവരും നിത്യതയുടെ കവാടത്തിൽ, അനന്ത നിത്യതയിൽ ഞങ്ങൾക്ക് വേണ്ടി കൂലിയും പ്രതിഫലവുമായി നാഥൻ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്ന കവാടത്തിനകത്ത് ഈ മക്കളെല്ലാം ഒരുമിച്ച് കാണുന്ന ഒരു സുദിനം വന്നിരിക്കുന്നതിനാ സ്തോത്രം. തുടർന്നും വഴി നടത്തും മഹത്വം അപ്പച്ചന് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ലോർഡ്. നന്ദിയപ്പ.